അതേപോലെ തന്നെ നമുക്ക് ഫ്രെയിം വെച്ചിട്ട് എങ്ങനെ ഒരു സ്റ്റാർട്ടിംഗ് ഫ്രെയിം എൻഡിങ് ഫ്രെയിം വെച്ചിട്ട് എങ്ങനെ ഒരു സീൻ ജനറേറ്റ് ചെയ്യാം. ഇതാണ് നമ്മൾ എന്ത് ചെയ്ത് ഇതിൽ കവർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അത് ക്ലിയർ ആയോ? ആർക്കെങ്കിലും ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ അതില്? ലാസ്റ്റ് ഡേ ആണെന്നുള്ള റിമൈൻഡർ ഒന്ന് കൊടുത്തോണ്ട് എല്ലാവർക്കും. മുനീറ റെക്കോർഡ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. സ്റ്റാർട്ട് ചെയ്യില്ല, ആരും റെസ്പോൺസും തരാത്ത. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? യെസ് സർ, യെസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ശരി. സ്ക്രീൻ കാണുന്നുണ്ട് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് നമ്മൾ ഇന്നലെ പഠിച്ചിട്ടുള്ള ഫ്ലോറിന്റെ ടൂൾ അല്ലേ, ജെമിനിയാണ്. ജെമിനിയിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം, ഫ്ലോറിലും ക്രിയേറ്റ് ചെയ്യാം. പക്ഷേ ജെമിനിയിൽ നമുക്ക് 3 വീഡിയോസേ പറ്റുള്ളൂ. പ്രോ വെർഷനിൽ തന്നെ 3 വീഡിയോ പറ്റുള്ളൂ. അതിനായിരിക്കും ഫ്ലോ എന്ന ടൂൾ എല്ലാവർക്കും ഫ്രീ ആയിട്ട് 150 ക്രെഡിറ്റ് ഫ്രീ ഉണ്ട് നമ്മൾ പറഞ്ഞു. ഓക്കെ, ഫ്ലോ ലാബ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് വീഡിയോസും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഫ്രീ ആയിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, അപ്പം ഇന്നലെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോ ഇതായിരുന്നു, കാറില്ലേ. അപ്പൊ എങ്ങനെ നമുക്ക് ഇനി സീൻസ് എങ്ങനെ ഒരു ഫുൾ വീഡിയോസ് ഒക്കെ എങ്ങനെ നമുക്ക് എങ്ങനെ ജനറേറ്റ് ചെയ്യാം എന്നുള്ളതിന്റെ കാര്യങ്ങളാണ് നമ്മൾ കവർ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഒരു ഫുൾ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ സ്ക്രിപ്റ്റ് ജനറേറ്റ് ചെയ്യാന്നുള്ളതാണ് ആദ്യത്തെ കാര്യം അല്ലെ. അപ്പൊ നമുക്ക് എന്താണ് വേണ്ടത്, അത് വെച്ചിട്ട് സ്ക്രിപ്റ്റ് ജനറേറ്റ് ചെയ്യണം ആദ്യം. അപ്പൊ ഇതിൽ 8 സെക്കൻഡ് വീഡിയോ ആണ് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റുക അല്ലെ. ഫ്ലോയിൽ നമുക്ക് 8 സെക്കൻഡ് വീഡിയോ ചെയ്യാം. അപ്പൊ ഓരോ 8 സെക്കൻഡിലും സ്ക്രിപ്റ്റ് നമുക്ക് വേണം. സ്ക്രിപ്റ്റ് നമ്മൾ കമ്പൈൻ ചെയ്ത് ഫുൾ വീഡിയോ ആക്കി മാറ്റാം. ഇങ്ങനെയാണ് എന്ത് ചെയ്യാലോ നമ്മൾ വീഡിയോസ് ഒക്കെ ജനറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതിനുവേണ്ടി നമുക്ക് പ്രൊജക്ട് എന്നുള്ളത് ബട്ടൺ നിൽക്കാം. നിങ്ങൾക്ക് ആക്ച്വലി ഒരു പ്രൊഫഷണൽ വീഡിയോ എങ്ങനെ ഉണ്ടാക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു തീം എന്തെങ്കിലും ഉണ്ട്, ആർക്കെങ്കിലും തീം എന്തെങ്കിലും പറയാനുണ്ടോ? എന്തിനെ കുറിച്ചായിട്ട് നമുക്ക് ഒരു 1 മിനിറ്റ് വേണ്ട, ഒരു 30 സെക്കൻഡ് റീൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യണം ഏതിൽ ടോപ്പിക്കിനെ കുറിച്ച്. ആർക്കെങ്കിലും കൺസെപ്റ്റോ അല്ല ഐഡിയാസ് ഉണ്ടെങ്കിൽ നമുക്ക് അതിന് സ്ക്രിപ്റ്റ് ആദ്യം ഉണ്ടാക്കാം. ആർക്കെങ്കിലും ഉണ്ടെങ്കിലും ഇന്ന ടോപ്പിക്കിനെ കുറിച്ച് എനിക്ക് വീഡിയോ വേണം എന്നുണ്ടെങ്കിൽ ആർക്കെങ്കിലും വല്ല ഐഡിയ സജഷൻസ് ഉണ്ടോ? ഓക്കെ, ആർക്കും ഐഡിയാസ് ഒന്നും ഇല്ല. അപ്പൊ സപ്പോസ് അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പെർഫ്യൂമിന്റെ ആഡിന് വേണ്ടിയിട്ട് നമുക്കൊരു 30 സെക്കൻഡ് വീഡിയോ വേണം. അതാണ് നമ്മള് തീം. അപ്പൊ നമുക്ക് സ്ക്രിപ്റ്റ് ഇല്ല, ഒന്നുമില്ല. അപ്പൊ നമ്മൾ സ്ക്രിപ്റ്റ് ഉണ്ടാക്കുന്നത് ജെമിനി ഉപയോഗിച്ചിട്ടാണ്. ഓക്കെ, ജെമിനി ഉപയോഗിച്ച് നമുക്ക് സ്ക്രിപ്റ്റ് ഉണ്ടാക്കാം. ഓരോ 8 സെക്കൻഡിലും സ്പ്ലിറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം, സ്ക്രിപ്റ്റ് ഉണ്ടാക്കണം. ഓക്കെ, ആ ഓരോ സെക്കൻഡ് നമുക്ക് വിഷ്വൽസ് ക്രിയേറ്റ് ചെയ്തിട്ട് ആ വിഷ്വൽസിനെ നമുക്ക് വീഡിയോ ആക്കി മാറ്റാം. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ ഒരു എക്സ്റ്റൻഷൻ ആയിരിക്കും നമ്മൾ ഏത് പ്രൊഫഷണൽ വീഡിയോ എടുത്തു കഴിഞ്ഞാലും ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അപ്പൊ അപ്പൊ നമുക്ക് വേണമെങ്കിൽ പറയാം ഐ നീഡ് എ വീഡിയോ ഫോർ ആൻ ആഡ് അബൌട്ട് പെർഫ്യൂമിന് വേണമെങ്കിൽ പേര് കൊടുക്കാം നമുക്ക്. അബൌട്ട് പെർഫ്യൂമിന് എന്ത് പേര് സെർച്ച് ചെയ്യാനുണ്ടോ? മർഹബ പെർഫ്യൂം കൊടുക്കാം. ഓക്കെ, പെർഫ്യൂം അല്ലെങ്കിൽ ഫേമസ് ആയിട്ടുള്ള ഏത് പെർഫ്യൂം സെർച്ച് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. I need a video script for an ad about a Marhaba perfume, about the brand. ഇങ്ങനെ ഞാൻ സ്ക്രിപ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ജെമിനിനോട് ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയാണ് ആദ്യം ചെയ്യുന്നത്. അപ്പോൾ ജെമിനി നമുക്കൊരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കി തരും എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഒന്ന് കൊടുക്കുന്നു. അപ്പൊ പ്രോംപ്റ്റ് ആണ് ആദ്യം, വീഡിയോ ജനറേറ്റ് ചെയ്യുന്ന സ്ക്രിപ്റ്റ് ആണ്. 30 സെക്കൻഡിന്റെ ഡ്യൂറേഷൻ 30 ആണ്. പ്രൊഡക്റ്റ് മർഹബ പെർഫ്യൂം ആണ്, അല്ലെങ്കിൽ എൻവയോൺമെന്റ് സിനിമാറ്റിക് ആണ് ടോൺ. സീൻ 1 ഓരോ സീനായിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ജെമിനി.
വിഷ്വലി ക്ലോസ് അപ്പ് ഓഫ് എ ഗ്ലാസ് പെർഫ്യൂം ക്യാച്ചിങ് ദ ഗോൾഡൻ ഹവർ ലൈറ്റ് എന്ന് പറഞ്ഞ സീൻ 2 എന്ന് പറഞ്ഞ സീൻ 4 സീൻ 5. 5 സീനുകളായിട്ട് നമുക്ക് സ്ക്രിപ്റ്റ് തന്നിട്ടുണ്ട്. നമ്മൾ പെർഫ്യൂമിന്റെ ക്വാളിറ്റി ഒക്കെ ജെമിനിന് തീരുമാനിച്ചതാണ് ഏതരാകണം എന്നുള്ളത്. ഓക്കെ, ഹലോ. അപ്പോ ഇങ്ങനെ നമുക്ക് സ്ക്രിപ്റ്റ് ജനറേറ്റ് ചെയ്യാം. ഓരോ സീനും എത്ര സെക്കൻഡ് ഉണ്ട് നമുക്കറിയില്ല. അപ്പൊ നമുക്ക് വേണമെങ്കിൽ സ്പ്ലിറ്റ് നമുക്ക് വേണമെങ്കിൽ കൊടുക്കുക, മുന്നോട്ട് കൊടുക്കുക, സ്പ്ലിറ്റ് എവറി സീൻ സോറി ഓരോ സീനും എന്ത് ചെയ്യണം, സ്പ്ലിറ്റ് ചെയ്യണം ഇൻ 8 seconds. കാരണം 8 seconds എന്ന് പറയാൻ കാരണം നമുക്ക് 8 സെക്കൻഡാണ് ജെമിനിയിൽ ഫ്ലോയിൽ നമുക്ക് ഒരു വീഡിയോ ജനറേറ്റ് ചെയ്യാനുള്ള മാക്സിമം ടൈം 8 സെക്കൻഡ് ആണ്. അപ്പൊ അങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് തരണം എന്നുള്ള നമ്മൾ പറയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് 8 സെക്കൻഡിന്റെ ഓരോ സീനാക്കി തന്നിട്ടുണ്ട്. ഇതിനൊരു വോയിസ് ഓവർ ഉണ്ട്. വി ആർ വോയിസ് ഓഫ് സം ഗ്രീറ്റിംഗ് ആർ സ്പോക്കൺ വിത്ത് എ വോയിസ് മോസ്റ്റ് പെർഫ്യൂമൻസ്. അപ്പോൾ ഓഡിയോ അങ്ങനെയൊക്കെ ഓരോ വിഷ്വൽസ് ആക്കി തന്നിട്ടുണ്ട്. അപ്പൊ ഈ സ്ക്രിപ്റ്റ് എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വീഡിയോ ആക്കി മാറ്റാം. അപ്പൊ സീൻ 1 8 സെക്കൻഡിന്റെ ഒരു സീൻ ഉണ്ട്. സീൻ 2 8 to 16 സെക്കൻഡ് ഒരു സീന്, 16 to 24 സീന്. സീൻ 4 സീൻ 5 8 8 സെക്കൻഡ്സ്. അങ്ങനെ അഞ്ച് സീനുകളിൽ 8 സെക്കൻഡിൽ സ്പ്ലിറ്റ് ചെയ്തിട്ട് നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, അതിന് വോയിസ് ഓവർ ഉണ്ട്. ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം. അത് മലയാളത്തിലാണെങ്കിൽ വോയിസ് ഓവർ മലയാളം എന്നുള്ളത് മലയാളത്തിലും ജനറേറ്റ് ചെയ്ത് തരും. ഓക്കെ, മനസ്സിലാകുന്നുണ്ട് ഞാൻ പറയുന്നത്. ആരും ഒരു റെസ്പോൺസ് ഒന്നും തരുന്നില്ല. അത് നമ്മൾ പറഞ്ഞോളൂ. യെസ്, പറഞ്ഞോളൂ. ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചോ? എങ്ങനെ? ഓക്കെ, താങ്ക് യു. അപ്പൊ ഇങ്ങനെ നമുക്ക് ഓരോ സീൻ 8 സെക്കൻഡിന്റെ 5 സീനുകളായിട്ട് ചെയ്യാം. അപ്പൊ 40 സെക്കൻഡ് ടോട്ടൽ ഡ്യൂറേഷൻ വരും. ഇങ്ങനെ നമുക്ക് ഇത് ചെയ്യാം. ഇനി ഈ വേണമെങ്കിൽ നമുക്ക് എന്താ ഓരോ വിഷ്വൽസിന് ഇമേജ് ഒന്ന് വേണമെങ്കിൽ ഉണ്ടാക്കി വെക്കാം. ഫസ്റ്റ് വിഷ്വൽ നമുക്ക് എടുക്കാം. നമ്മൾ ജനറേറ്റ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് വേണമെങ്കിൽ വിഷ്വൽസ് ഒന്ന് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, കൺട്രോൾ വ്യൂ എടുക്കുന്നു, ഇങ്ങനെ കൊടുത്തു ടൂൾ പോയിട്ട് ക്രിയേറ്റ് ഇമേജ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ വിഷ്വൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് വേണമെങ്കിൽ നമുക്കൊന്ന് എന്ത് ചെയ്യാം, ചെക്ക് ചെയ്തേക്കാം. വീഡിയോ വിഷ്വലാണ് അതിൽ സ്ക്രിപ്റ്റ് തന്നിട്ടുള്ളത്. അതിന് ഇമേജ് ജനറേറ്റ് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും നോക്കാം. ഓരോ ഇമേജിനും വേണമെങ്കിൽ ഓരോ വിഷ്വൽസിനും എൻഡ് ഫ്രെയിമും സ്റ്റാർട്ടിംഗ് ഫ്രെയിമും എൻഡ് ഫ്രെയിമും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഓരോ വിഷ്വൽ എവിടുന്ന് തുടങ്ങണം എവിടുന്ന് അവസാനിക്കണം എന്നുള്ള രീതിക്ക് നമുക്ക് വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഫസ്റ്റ് സീൻ എടുത്തിട്ട് അതിന് എന്ത് ചെയ്യാം, ജെമിനിയോട് നമുക്ക് പറയാം ഇതിനൊരു സ്റ്റാർട്ടിംഗ് ഫ്രെയിം വേണം, എൻഡിങ് ഫ്രെയിം വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, പറയാം. ജെമിനി ഉണ്ടാക്കി തന്നിട്ടുള്ള വിഷ്വൽ ഇതാണ്. ഓക്കെ, മഹബ പെർഫ്യൂമിന്റെ ഒരു വിഷ്വൽ ആണ് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ സ്ക്രിപ്റ്റിന് ഒന്നും കൂടി നമുക്കൊന്ന് എത്രത്തോളം സ്ക്രിപ്റ്റ് അടിപൊളിയാകുന്നു എത്രത്തോളം ഔട്ടും അടിപൊളിയാവും. ഓക്കെ, അപ്പൊ ഈ സ്പ്ലിറ്റ് ഗീവ് എ സ്റ്റാർട്ടിംഗ് ഫ്രെയിം ഫോർ ദിസ് വിഷ്വൽ എന്ന് വേണമെങ്കിൽ കൊടുക്കാം. ഈ വിഷ്വൽ നമ്മൾ കൊടുത്തു, ഇതിന് സ്റ്റാർട്ടിംഗ് ഫ്രെയിം വേണം എന്ന് പറഞ്ഞു കൊടുക്കാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ജെമിനിക്ക് കൊടുക്കാണ്. ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യേണ്ട ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ സീന് കറക്റ്റ് നമുക്ക് എവിടുന്ന് തുടങ്ങിയിട്ട് എവിടുന്ന് അവസാനിപ്പിക്കണം എന്നുള്ള അറിയാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഇതൊക്കെ നമുക്ക് ജെമിനി വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യാം. ഈ വിഷ്വൽസ് ഈ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള വിഷ്വൽ എന്ത് ചെയ്യാം, നമുക്ക് സ്റ്റാർട്ടിംഗ് ഫ്രെയിം എൻഡ് ഫ്രെയിം ആക്കിയിട്ടിട്ട് ഈ വിഷ്വലിൽ പ്രോംപ്റ്റ് ആക്കി കൊടുത്താൽ മതി. ഓക്കെ, നമുക്ക് സ്റ്റാർട്ടിംഗ് ഫ്രെയിം ആയിട്ട് ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇതിന്റെ
റേഷ്യോ മാറ്റണം. അപ്പൊ നമുക്ക് റിയൽ സൈസ് ആണ് വേണ്ടത് നോക്കാം. 9:16 ആണ് റേഷ്യോ വരേണ്ടത് കേട്ടോ. വേണമെങ്കിൽ കൊടുക്കാം. അതുപോലെ തന്നെ ഇതൊരു സ്റ്റാർട്ടിംഗ് ഫ്രെയിം ആയിട്ട് ഇതാണ് തന്നിട്ടുള്ളത്. നമുക്ക് ഇതൊക്കെ എത്രത്തോളം ഇതിന് വർക്ക് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം അടിപൊളിയായിട്ടുള്ള ഔട്ട് നമുക്ക് കിട്ടും നമ്മൾ മനസ്സിലാക്കാം. ഓക്കെ, ഈ വിഷ്വൽ തന്നെ ഒന്നും കൂടി നമ്മൾ ഒന്ന് കോപ്പി ചെയ്തിട്ട് അവിടെ കൊടുക്കുന്നു. വേണമെങ്കിൽ ഇവിടെ ഗിവ് സ്റ്റാർട്ടിംഗ് ഫ്രെയിം ഫോർ ദിസ് വിഷ്വൽ ആണ്. അപ്പം എൻഡിങ് ഫ്രെയിം എന്ന് വേണമെങ്കിൽ കൊടുക്കാം. ഗിവ് എൻഡിങ് ഫ്രെയിം ഫോർ ദിസ് വിഷ്വൽ എന്ന് കൊടുക്കുക. അപ്പൊ സ്റ്റാർട്ടിംഗ് ഫ്രെയിമും എൻഡിങ് ഫ്രെയിമും നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. ഈ വിഷ്വൽ നമ്മൾ ഫ്ലോയിൽ കൊണ്ടുപോയിട്ട് നമുക്ക് പ്രോംപ്റ്റ് ആയി കൊടുക്കാം. അപ്പൊ നമ്മൾ ചെയ്യുന്ന കാര്യം ഇപ്പോൾ ഇവിടെ സ്റ്റാർട്ടിംഗ് ഫ്രെയിം ഉണ്ട്, എൻഡ് ഫ്രെയിം ഉണ്ട്. നമുക്ക് രണ്ടും എന്നിട്ട് ഇവിടെ എന്ത് ചെയ്യാം, നമുക്ക് നമ്മുടെ പ്രോംപ്റ്റ് വിഷ്വൽ പ്രോംപ്റ്റ് എന്ത് ചെയ്യാം, ഈ പ്രോംപ്റ്റ് എന്ത് ചെയ്യാം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. കംപ്ലീറ്റ് നമ്മളെ പ്രോംപ്റ്റ് എന്താ വരുന്നത്, ഫസ്റ്റ് സീൻ 1ന്റെ പ്രോംപ്റ്റ് ഇതാണല്ലോ വരുന്നത്. ഇതാണ് ഈ പ്രോംപ്റ്റ് എന്ത് ചെയ്യാം വിത്ത് വോയിസ് ഓവർ ഒക്കെ കൊടുത്ത് ഓഡിയോ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിവിടെ നമുക്ക് പ്രോംപ്റ്റ് ആയിട്ട് കൊടുക്കാം. ഓക്കെ, സ്റ്റാർട്ടിംഗ് ഫ്രെയിം എൻഡിങ് ഫ്രെയിം കൂടെ കൊടുക്കാം. ഇങ്ങനെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ക്ലാരിറ്റി കിട്ടിയല്ലോ എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇതിലിപ്പോ കാര്യമായിട്ട് സ്റ്റാർട്ടിംഗ് ഫ്രെയിം എൻഡിംഗ് ഫ്രെയിം ഒക്കെ ഒരേപോലെ തന്നെ. എന്താണ് എക്സ്ട്രീം ക്ലോസ് അപ്പ് ആൻഡ് ക്യാമറ മൂവ്സ് ഇൻ സ്ലോ മോഷൻ അക്രോസ് ദ curves of the glass bottle. We see the fine mist of spray suspended in golden light, individual droplets shimmering diamonds. A hand enters the frame with slow intentional grace to touch the gold എന്ന് പറഞ്ഞിട്ടാണ് ഫ്രെയിം വരുന്നത്. അപ്പോൾ അങ്ങനെ തന്നെ ആയിരിക്കും നമുക്ക് നോക്കാം. അപ്പൊ ഇതൊന്ന് ഡൗൺലോഡ് ചെയ്യുന്നത് നമ്മൾ ഇപ്പൊ നമ്മളൊരു സംവിധായകൻ അല്ലെങ്കിൽ വീഡിയോ ചെയ്യുമ്പോൾ അതിന്റെ വിഷ്വൽസ് ഒക്കെ നമുക്ക് ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് അതിന്റെ ഔട്ട് എന്നുള്ള കറക്റ്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ ഈ ഫ്രെയിം ഇല്ലാതെ നമ്മൾ ഡയറക്റ്റ് പ്രോംപ്റ്റ് വെച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ജെമിനിക്ക് നമുക്ക് നമ്മളെ ബ്രാൻഡിലൊക്കെ ചെയ്യണമെങ്കിൽ നമ്മളെ ബ്രാൻഡിന്റെ റെഫറൻസ് വെച്ചിട്ട് വിഷ്വലൊക്കെ ക്രിയേറ്റ് ചെയ്യട്ടോ. അങ്ങനെയൊക്കെ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ സ്റ്റാർട്ടിംഗ് ഫ്രെയിം എൻഡിംഗ് ഫ്രെയിം നമ്മളൊന്ന് ഡൗൺലോഡ് ചെയ്തെടുത്തു. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ബ്രാൻഡ് ഉണ്ടെങ്കിൽ പെർഫ്യൂമിന്റെ ആ റെഫറൻസ് വെച്ചിട്ടുള്ള ഇമേജ് ഇങ്ങനെ ജനറേറ്റ് ചെയ്യാം. അങ്ങനെയൊക്കെ ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് പെർഫ്യൂം ഉണ്ടെന്നുണ്ടെങ്കിൽ. അപ്പൊ നമ്മൾ സ്റ്റാർട്ടിംഗ് ഫ്രെയിമിൽ നമ്മൾ അപ്ലോഡ് ഇമേജ് കൊടുക്കുന്നു. ജെമിനി നമുക്ക് 2 ആഡ് ചെയ്തിട്ടുണ്ട്. 2 അപ്പൊ നമ്മൾ ജെമിനി വെച്ച് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള 2 വിഷ്വലും എന്ത് ചെയ്ത് ഫ്ലോയിൽ നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് ഒരു വിഷ്വൽ സ്റ്റാർട്ടിംഗ് ഫ്രെയിം ആയിട്ട് കൊടുക്കുന്നു, നെക്സ്റ്റ് വിഷ്വൽ എൻഡിങ് ഫ്രെയിം ആയിട്ട് കൊടുക്കുന്നു. അപ്പൊ നിങ്ങളിത് ലൈവായിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കട്ടെ. അപ്പൊ നമുക്ക് സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ആവും. അപ്പൊ സ്റ്റാർട്ടിംഗ് ഫ്രെയിം നമുക്കിത് സെലക്ട് ചെയ്യാം. ഓക്കെ, എൻഡ് ഫ്രെയിം ആയിട്ട് നമുക്ക് ഇത് സെലക്ട് ചെയ്യാം. ഓക്കെ, പ്രോംപ്റ്റ് നമ്മൾ കൊടുത്തു. ഇതിന് വോയിസ് ഉണ്ട്, ഓഡിയോ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഓഡിയോ ആയിരിക്കും അവിടെ വരുന്നത്. വോയിസ് ഓവർ എന്ന് കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു സൗണ്ട് ഈ വിഷ്വൽ കാണിക്കുമ്പോൾ തന്നെ വോയിസ് ഓവർ കൊടുക്കും. ഈ വോയിസ് പെണ്ണിന്റെ വേണോ ആണിന്റെ വേണോ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് അവിടെ കൊടുക്കാം. മെയിൽ വോയിസ് ആണെങ്കിൽ മെയിൽ വോയിസ്, ഫീമെയിൽ ആണെങ്കിൽ ഫീമെയിൽ വോയിസ്. നമുക്ക് വേണമെങ്കിൽ ഫീമെയിൽ വോയിസ് കൊടുക്കാം. ഫീമെയിൽ എന്ന് റാക്കിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇനി മലയാളിന്റെ സൗണ്ട് വേണോ തമിഴിൻ്റെത് വേണോ എന്നൊക്കെ വേണമെങ്കിൽ കൊടുത്താൽ അതിനനുസരിച്ചായിരിക്കും ജെമിനി തരുന്നുണ്ടാവും. ഓക്കെ, വോയിസ് ഓവറിന് ഫീമെയിൽ എന്ന് കൊടുത്താൽ മതി. അപ്പോൾ ആണാണോ പെണ്ണാണോ സംസാരിക്കേണ്ടത് എന്നുള്ളതൊക്കെ ജെമിനിക്ക് ഓട്ടോമാറ്റിക് അത് മനസ്സിലായിക്കോളും. ഇതുവരെ ക്ലിയർ ആണോ ഇപ്പൊ പറഞ്ഞത്? ഡൗട്ട് ഉണ്ടോ? അപ്പോൾ വിഷ്വൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ. യെസ് യെസ് യെസ്
ഇപ്പൊ എൻ്റെ ഇവിടെ 980 ക്രെഡിറ്റ് എനിക്ക് ഈ മന്ത് ബാലൻസ് ഉണ്ട്. ഇന്നലെ കുറച്ച് വീഡിയോസ് ഉണ്ടാക്കി, ഇന്നലെ ഒരു വീഡിയോ ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ 20 ക്രെഡിറ്റ് നമുക്ക് കുറഞ്ഞു, 980 ഉണ്ട്. അപ്പോൾ ഇത് ഇവിടെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ എന്ത് ചെയ്യും, 20 ക്രെഡിറ്റ് വീണ്ടും നമുക്ക് നഷ്ടപ്പെടും. അപ്പൊ അങ്ങനെയാണ് ഇതിന് ക്രെഡിറ്റ് പോകുന്നത്. ക്രിയേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ വീഡിയോന്റെ സൈസ് നമ്മൾ റീൽ സൈസ് ആണ് കൊടുത്തിട്ടുള്ളത്. വീഡിയോ കൊടുത്തിട്ടുണ്ട്, ഔട്ട്പുട്ട് 1 ആണ് കൊടുത്തിട്ടുള്ളത്. 2 കൊടുത്താൽ 2 ഔട്ട് കിട്ടുമ്പോൾ ക്രെഡിറ്റ് അനുസരിച്ച് തീരും. ഓക്കെ, പിന്നെ മോഡ് VO3 3.1 ഫാസ്റ്റ് എന്ന മോഡാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഇത് വരിക. ഇവിടെ 27% ആയിട്ടുണ്ട്. അപ്പൊ അതവിടെ ജനറേറ്റ് ചെയ്തോളൂ. അപ്പൊ നമുക്ക് ഇതുപോലെ എന്ത് ചെയ്യാം, ഈ സീൻ ടുവിന്റെ സ്റ്റാർട്ടിംഗ് ഫ്രെയിമും എൻഡിങ് ഫ്രെയിം എങ്ങനെ ഉണ്ട് എന്നുള്ള നമുക്ക് ജനറേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ സീൻ 2 ആണ്. വിഷ്വൽ ഉണ്ട്, വിഷ്വലിന് വേണ്ടിയിട്ടുള്ള പേഴ്സൺ വാക്ക് ത്രൂ ചെയ്യുന്നുണ്ട്. എൻഡിങ് ഫ്രെയിം ആണ് ഇതിന് ക്രിയേറ്റ് ചെയ്യേണ്ടത്. കാരണം എന്താ, കാരണം ആ സീനിന്റെ കണ്ടിന്യൂഷൻ ആണ് വരുന്നത്. അപ്പൊ സ്റ്റാർട്ട് ഫ്രെയിം കഴിഞ്ഞ വീഡിയോന്റെ എൻഡ് ഫ്രെയിം സ്റ്റാർട്ട് ഫ്രെയിം ആയിട്ട് കൊടുക്കുക. ഇതിന്റെ എൻഡ് ഫ്രെയിം എന്ത് ചെയ്യുക, ഇതിന് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ട് അത് സെക്കൻഡ് ഫ്രെയിം ആയിട്ടും കൊടുക്കാം. മനസ്സിലായോ എന്ത് ഉദ്ദേശിച്ചെന്നുള്ള? ഗീവ് മീ ഓക്കെ 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 എൻഡ് ഫ്രെയിം ഫോർ ദി above visual. സോറി, എന്ന് കൊടുക്കുകയാണ്. അപ്പൊ നമ്മൾ സെക്കൻഡ് സീൻ എടുത്തു, അതിനൊരു എൻഡ് ഫ്രെയിം ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ഇനീഷ്യൽ ഒരു വീഡിയോ നമുക്ക് തന്നിട്ടുണ്ട്, നമുക്ക് ചെക്ക് ചെയ്യാം. ഇതാണ് തന്നിട്ടുള്ളതിന് വോയിസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സൗണ്ട് പോയോ? ഓക്കെ, അപ്പൊ വീഡിയോ ഇവിടെ ജനറേറ്റ് ചെയ്തിട്ട് നിങ്ങൾ കണ്ടല്ലോ. ഇതാണ് വീഡിയോ ജനറേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അടുത്തൊരു സീൻ ഉണ്ടാക്കാനെങ്കിൽ എന്ത് ചെയ്യണം, ഇവിടെ സ്റ്റാർട്ട് ഫ്രെയിമിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് എൻ ഫ്രെയിം ആണെങ്കിൽ കൊടുക്കാം. ഫ്രെയിം ഏതായിരുന്നു, ഇതാണ് എൻ ഫ്രെയിം കൊടുത്തത്. അതെങ്ങനെ രണ്ട് ഏകദേശം ഒരേപോലെയാണ്. എൻ ഫ്രെയിമിൽ നമുക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഇത് ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് ഓരോ സീനും കമ്പൈൻ ചെയ്തിട്ടാണ് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഓപ്ഷൻ ഉണ്ട്, എൻ ഫ്രെയിം തന്നെയാണ് ഒരു ലേഡി ഇവിടെ പെർഫ്യൂം യൂസ് ചെയ്യുന്ന വൺ പേഴ്സൺ ഇൻ ദ ബാക്ക്ഗ്രൗണ്ട് സ്റ്റോപ്പ് ബിറ്റ് സെന്റൻസ് ക്ലോസ്ഡ് ഐസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രോംപ്റ്റ് ആണ് വന്നിട്ടുള്ളത്. അപ്പൊ അതിനനുസരിച്ചുള്ള സീനാണ് വന്നിട്ടുള്ളത്. അത് കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ഇത് എന്ത് ചെയ്യാം, ഇതിൽ തന്നെ വേറെ ഓപ്ഷൻ ഉണ്ട്. ഈ ഇത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്കൊരു വാട്ട് ഹാപ്പൻസ് നെക്സ്റ്റ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ ഒരു ചോദ്യം ഉണ്ട്. അപ്പം ഇവിടെ ഇനി അടുത്ത സീൻ എന്ത് ചെയ്യണം എന്ന് നമ്മൾ എഴുതി കൊടുത്താലും നമുക്ക് ഇതിന്റെ എക്സ്റ്റൻഷൻ ആയിട്ട് കിട്ടും. അപ്പൊ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്, അത് ചെയ്യാം. അല്ലെങ്കിൽ സെപ്പറേറ്റ് സീൻ നമുക്ക് എൻ ഫ്രെയിം വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് സെറ്റ് ചെയ്യാനും പറ്റും. ഓക്കെ, നമ്മളിത് ഡൗൺലോഡ് ചെയ്യുന്നുണ്ട്, ഇത് വെച്ചിട്ട് തന്നെ നമുക്ക് ചെയ്യാം.
നേരത്തെ ജെമിനി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഡൗൺലോഡ് ചെയ്യാണ്. ഇത് ഡൗൺലോഡ് ചെയ്തു. ഇതോടെ നമുക്ക് ഇപ്പൊ നിങ്ങൾ ജനറേറ്റ് ചെയ്യുന്ന ഇമേജുകളൊക്കെ പെർഫെക്റ്റ് ആണെന്ന് ചെക്ക് ചെയ്തിട്ട് വേണം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ, ഫുൾ സീനിലോട്ട് വരുമ്പോൾ. നമ്മൾ ഫോർ എഡ്യൂക്കേഷൻ ആയതുകൊണ്ട് നമ്മൾ സീൻസ് ഒന്നും പെർഫെക്റ്റ് ആണെന്നില്ല, ബട്ട് ഇതാണ് അതിന്റെ മെത്തേഡ് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഔട്ട് തന്നെയാണ് ജെമിനി തരുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അനലൈസ് ചെയ്തിട്ട് നിങ്ങളുടെ മൈൻഡിലൊരു കൺസെപ്റ്റ് ഉണ്ടാവില്ല എങ്ങനെയാണ് നിങ്ങളുടെ ബ്രാൻഡ് എന്നുള്ളത്, സീൻ എങ്ങനെയാണ്, അപ്പൊ ആ സീൻ തന്നെ വരുന്നുണ്ടോ, വിഷ്വൽസ് വരുന്നുണ്ടോ എന്നൊക്കെ അനലൈസ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ വീണ്ടും റീക്രിയേറ്റ് ചെയ്യുക, പ്രോംപ്റ്റ് അനുസരിച്ച് എഡിറ്റ് ചെയ്യുക, അതൊക്കെ ചെയ്ത് കഴിഞ്ഞാലാണ് പെർഫെക്റ്റ് ഔട്ട് കിട്ടുള്ളൂ. ഓക്കെ, ഇതിന്റെ മെത്തേഡാണ് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത്. ബാക്കി നിങ്ങൾ സമയത്തിനനുസരിച്ച് നിങ്ങൾക്ക് അടിപൊളിയാക്കിയിട്ട് ചെയ്യാം. യെസ്, അപ്പോൾ നമ്മളെ എൻഡ് ഫ്രെയിം ആയിട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്നത് ഇത് കൊടുത്തു. എന്നിട്ട് നമുക്കിവിടെ വിഷ്വൽ നമുക്ക് കൊടുക്കാം. ഇതിന്റെ വിഷ്വൽ എന്തായിരുന്നു, ഇതായിരുന്നു അല്ലെ, കൺട്രോൾ. എ പേഴ്സൺ വാക്ക് ത്രൂ എ ഗ്രാൻഡ് സൺ, ഒരു മനുഷ്യൻ നടന്നു വരുന്നതായിട്ടാണ്. നോക്കാം ഉണ്ടാക്കുന്നത്. കൊടുത്തു. അപ്പോൾ ഒരു 8 സെക്കൻഡ് വീഡിയോ നമ്മൾ ഇവിടെ നിർമ്മിച്ചു. വീണ്ടും 8 സെക്കൻഡ് ചെയ്തപ്പോൾ 16 സെക്കൻഡ് ആയി. അങ്ങനെ 2 വിഷ്വൽസും കൂടി ആയാലും 32 സെക്കൻഡ് ആവും. പിന്നെ വിഷ്വലും കൂടി ആയാലും 40 സെക്കൻഡ് ആവും. ഇങ്ങനെയാണ് ഇതിന്റെ ജനറേഷൻ. മനസ്സിലായോ? ഓരോ സീനും എങ്ങനെ ക്യാരക്ടർ എങ്ങനെ വരണം എന്നുള്ളത് നിങ്ങൾക്ക് ആദ്യം വിഷ്വൽസ് ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാനും പറ്റും. ഓക്കെ, എങ്ങനെയാണ് ഫ്ലോ ഉപയോഗിച്ച് നമുക്കൊരു വീഡിയോ ഉണ്ടാക്കാം, ഒരു 30 സെക്കൻഡിന്റെ വീഡിയോ അല്ലെങ്കിൽ 1 മിനിറ്റിന്റെ വീഡിയോ ഒക്കെ. അപ്പൊ എത്രത്തോളം പ്രോംപ്റ്റ് എത്രത്തോളം അടിപൊളിയാവുന്നു അതനുസരിച്ച് നമുക്ക് നമ്മളെ വീഡിയോയും സെറ്റ് ആവുന്നു എന്നുള്ളതാണ് നിങ്ങൾക്ക് മനസ്സിലാകേണ്ട ഒരു കാര്യം. ഓക്കെ, ഞാൻ വേണമെങ്കിൽ നമ്മൾ ലൈബ്രറിയിൽ കാണിക്കാം. ഇവിടെ ജനറേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. എന്താണ് നോക്കാം. സീൻസ് ഒക്കെ നമുക്ക് ഇങ്ങനെ ഒരു സീനാണ് തന്നിട്ടുള്ളത്. ഒരു ലേഡി കടന്നു വരുന്ന സീനാണ്. അപ്പൊ അത് പ്രോംപ്റ്റ് നിങ്ങൾ വായിച്ചു വെക്കുക. അപ്പൊ അതിനനുസരിച്ചായിരിക്കും സീനൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത് കേട്ടോ. സൗണ്ട് ഉണ്ട് കേട്ടോ ഇതിന്. ഒരു കാര്യം നമ്മൾ വിട്ടുപോയി. ഇപ്പൊ സീം വിഷ്വൽ കൊടുത്തപ്പോ നമ്മൾ അതിന്റെ വോയിസ് ഓവറും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ മറന്നുപോയി. യെസ്, അപ്പൊ ഇവിടെ സീൻ 2 ഇവിടെ ടോട്ടൽ നമ്മൾ കൊടുക്കണം. ഓക്കെ, അത് കൊടുക്കാൻ മറന്നു പോയിട്ടുണ്ട്. അപ്പൊ വീണ്ടും വീണ്ടും ഒന്ന് റീക്രിയേറ്റ് ചെയ്ത് നോക്കാം നമുക്ക്. ഓക്കെ, വേണമെങ്കിൽ നേരത്തെ നടത്തിയത് ഇതാണ്. ഇതന്നെ സെലക്ട് ചെയ്തിട്ട് ഇവിടെ വേണമെങ്കിൽ നമുക്ക് ഇവിടെ സെലക്ട് ചെയ്താലും നമുക്ക് സാധനം കിട്ടും. യെസ്, അപ്പോൾ ഇവിടെ സോറി, ഇത് ഇമേജ് ആണല്ലേ, സോറി. ഇത് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഇവിടെ പ്രോംപ്റ്റ് കൊടുത്താലും നമുക്ക് റിസൾട്ട് കിട്ടുന്നതാണ്. അപ്പൊ ഇതിൽ എന്താണ് ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് വേണമെങ്കിൽ നോക്കാം. ഇതെന്താണ് ഫീച്ചർ മനസ്സിലായോ? ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തു, അതിന്റെ ബാക്കി എന്ത് വേണം എന്നുള്ള ഒരു ഓപ്ഷൻ എക്സ്റ്റെൻഡ് എന്നുള്ള ഫീച്ചർ ഉണ്ട്. വാട്ട് ഹാപ്പൻസ് നെക്സ്റ്റ്. അപ്പൊ ഇവിടെ നമ്മൾ ഡയറക്റ്റ് പ്രോംപ്റ്റ് കൊടുത്താൽ ആ സീനിന്റെ ബാക്കി നമുക്ക് ഫ്ലോ തന്നെ ക്രിയേറ്റ് ചെയ്ത് തരും. അപ്പൊ എൻ ഫ്രെയിം ഷാർട്ട് ഫ്രെയിം വെക്കാതെ തന്നെ നമുക്ക് വിഷ്വൽസ് ക്രിയേറ്റ് ചെയ്ത് തരുന്ന ഒരു ഓപ്ഷനും കൂടി ഉണ്ട്. ഓക്കെ, ഇതിന്റെ ഒരു ചെറിയ വിഷയം എന്താ വെച്ച് കഴിഞ്ഞാല് നിങ്ങൾക്കിത് ഇപ്പൊ ഇവിടെ 8 സെക്കൻഡ് ആയി. യെസ്, അതിന്റെ ബാക്കി എന്ത് ചെയ്തു, ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. കാണുന്നുണ്ടോ? പെർഫ്യൂമിന്റെ ആഡ് ആണ്.
അപ്പൊ അതിലുള്ള ക്യാരക്ടേഴ്സ് ഒക്കെ നമ്മൾ പ്രോംപ്റ്റ് വെച്ചിട്ട് നമുക്ക് മാറ്റട്ടോ. അങ്ങനെയാണ് ഇത് ജെമിനി ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഈ ലേഡി ഒരു ആണിന്റെ അടുത്തൂടെ നടന്നു പോകുമ്പോൾ അപ്പൊ സ്പ്രേ അടിക്കുന്ന സ്മെല്ല് ആണിന് കിട്ടുന്നു. ഇതൊക്കെയാണ് ആ കൺസെപ്റ്റ് വരുന്നത്. ഓക്കെ, അപ്പൊ അടുത്തത് എന്ത് സംഭവിക്കും എന്നുള്ളതാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ സീൻ 4 എന്നുള്ളിടത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ എക്സ്റ്റൻഷൻ ആയിട്ട് നമുക്ക് കൊടുക്കാം. പക്ഷെ ഇങ്ങനെ കൊടുക്കുമ്പോൾ വിഷയം എന്താ വെച്ചാൽ ഔട്ട് എന്താവും നമുക്ക് അറിയില്ല. ഇതിന്റെ അടുത്ത് എന്തുവാ, നേരിട്ട് നമുക്ക് ഇവിടെ പ്രോംപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അടുത്തൊരു സീൻ ഇവിടെ ഉണ്ടാക്കി തരും. പക്ഷെ അതിന്റെ ഔട്ട്പുട്ട് എന്താണ് ജെമിനി തരിക എന്നുള്ളത് നമുക്ക് ഫ്ലോ തരിക നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. ആ പ്രഡിക്ഷൻ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം ഇവിടെ സീൻ ജനറേറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമുക്ക് ആ പ്രഡിക്ഷൻ ചിലപ്പോൾ കറക്റ്റ് ആയിട്ട് നമ്മൾ ഉദ്ദേശിച്ച സാധനം തന്നെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആൾറെഡി വിഷ്വൽസ് ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. മനസ്സിലായോ ഞാൻ എന്താ പറഞ്ഞു എന്നുള്ള? വിഷ്വൽ ക്രിയേറ്റ് ചെയ്ത് നമുക്ക് എന്താണ് സാധനം വരുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അല്ല ഡയറക്റ്റ് പ്രോംപ്റ്റ് എടുത്ത് എന്താണ് അതിന്റെ റിസൾട്ട് എന്നുള്ളത് നമുക്ക് ഇമേജ് ചെയ്യാൻ കഴിയില്ല. ഓക്കെ, വിഷ്വൽസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിച്ച സാധനം തന്നെ നമുക്ക് കിട്ടും. അതാണ് രണ്ടും തമ്മിലുള്ള മാറ്റം. ക്ലിയർ ആണോ പറഞ്ഞേ? ഇപ്പൊ സീൻ 3 നമ്മൾ എടുത്തു, അതിന് ക്രിയേറ്റ് ഇമേജ് കൊടുത്തിട്ട് വിഷ്വൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യാണ്. സീൻ 3 മർഹബ പെർഫ്യൂം എന്ന് പറഞ്ഞിട്ട് 3 സീനൊക്കെ ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനാണ് സ്റ്റാർട്ടിംഗ് ഫ്രെയിം എൻഡ് ഫ്രെയിം ഒക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്തിട്ട് അങ്ങനെ കൊടുക്കാം. ഡയറക്റ്റ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ എന്ത് വരും എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പൊ ഒറ്റ സിംഗിൾ വീഡിയോ ആയിട്ടാണ് വരിക കേട്ടോ. അപ്പൊ നമ്മൾ ഡൗൺലോഡ് എന്നുള്ള ബട്ടൺ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അടുത്ത ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം. ഓരോ സീൻ സെപ്പറേറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാനും നമുക്ക് പറ്റും. ഇതാരെങ്കിലും ചെയ്ത് നോക്കുന്നുണ്ടോ? ലൈവായിട്ട് ചെയ്ത് നോക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഷാൽ സർ, അതുപോലെ തന്നെ ഹസീന മാഡം, ബഷീർ സർ, MCL സ്റ്റുഡിയോ. ഇവിടെ കുറച്ച് നെറ്റിന്റെ ഇഷ്യൂ ഉണ്ട്, അതുകൊണ്ടാണ്. ഒരു സംശയം ചോദിച്ചോട്ടെ, ഇവിടെ സീൻസ് കുറെ എണ്ണം പറഞ്ഞല്ലോ. ഇതേമാതിരി നമ്മൾ ഒരു ടോപ്പിക്കിനെ വെച്ചിട്ട് വീഡിയോ ഉണ്ടാക്കുന്ന സമയത്ത് ഓരോ സീനിന്റെയും ഇമേജസ് ക്രിയേറ്റ് ചെയ്യാൻ ജെമിനിന്റെ അടുത്ത് പറഞ്ഞതിന് ശേഷം ആ സീൻസ് റെഫറൻസ് കൊടുത്ത് ഈ സ്ക്രിപ്റ്റും കൊടുത്തിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറയാൻ പറ്റുമോ? യെസ്, പറ്റും. അപ്പൊ ഒന്നും കൂടിയും നമ്മൾ വിചാരിച്ച രീതിയിലേക്ക് എത്തില്ലേ? അതെ, ഓൾറെഡി വിഷ്വൽസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ ഔട്ട് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ നമ്മൾ ഇത് കണ്ടോ, ഇപ്പൊ 3 സീനും നമുക്ക് എക്സ്റ്റെൻഡ് എന്നുള്ള ഫീച്ചർ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ എന്താ ഇങ്ങനെ അപ്പം എത്ര സെക്കൻഡ്, ടോട്ടൽ 19 സെക്കൻഡ് വീഡിയോ ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അപ്പൊ ഇതിന്റെ കംപ്ലീറ്റ് ഔട്ട് ഞാൻ നിങ്ങൾക്ക് തരാം. അപ്പോൾ അത് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തൊരു സീന് നമുക്ക് എക്സ്റ്റെൻഡ് എന്നുള്ള ഫീച്ചർ ഉപയോഗിച്ചിട്ട് വീണ്ടും ചെയ്ത് നോക്കാം. സീൻ 3 സീനായി, 4ാമത്തെ സീനാണ് ഇത് നമ്മൾ കൊടുക്കുന്നു. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ക്ലയന്റിന്റെ റിസൾട്ട്, ഇപ്പൊ നമുക്കൊരു വർക്ക് ഒരു ക്ലയന്റിന് വേണ്ടി ചെയ്യുകയാണെങ്കിൽ അക്യുറേറ്റ് ആകണം അല്ലെ, ഇങ്ങനെ വെറുതെ ചെയ്തിട്ട് കാര്യമില്ല. അപ്പൊ അതിന് നമ്മൾ കുറച്ച് എഫേർട്ട് എടുക്കാൻ വേണ്ടി വരും. ഓക്കെ, ഓരോ സീനും അതിന്റെ പ്രൊഡിക്ഷനും ഒക്കെ നോക്കിയിട്ട് തന്നെ ചെയ്യണം. ഓക്കെ, അപ്പൊ ഓരോ സീൻ ക്രിയേറ്റ് ചെയ്ത് എൻഡ് ഫ്രെയിമും ഷാർട്ട് ഫ്രെയിമും വെച്ചിട്ട് നിങ്ങൾക്ക് അത് കറക്റ്റ് രീതിയിലേക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അല്ലെങ്കിൽ പിന്നെ പ്രോംപ്റ്റ് എത്രയും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കൊടുക്കാൻ പഠിക്കണം. ഓക്കെ, ആ സീനിന്റെ ക്യാരക്ടർ ഇന്നതാണ്, മനുഷ്യന്റെ രൂപം എങ്ങനെയാണ്, അവരുടെ ഡ്രസ്സിന്റെ കളർ ഇതാണ്, അങ്ങനെ കറക്റ്റ് ഡീറ്റെയിൽഡ് പ്രോംപ്റ്റ് ആണെന്നുണ്ടെങ്കിൽ അക്യുറേറ്റ് സാധനം കിട്ടും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ അറിയാൻ പറ്റും എത്ര ക്രെഡിറ്റ് ഇവിടെ കത്തിയിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഓക്കെ, നമ്മൾ ഒറ്റ സീനിലാണ് ഇപ്പൊ ബാക്കിയുള്ളതൊക്കെ ആക്കിയിട്ടുള്ളത്. അപ്പൊ അതൊക്കെ ചെയ്യുമ്പോഴും
930 ക്രെഡിറ്റ് ആയി. 980 ഉള്ളത് 930 ഓരോ സീൻ ജനറേറ്റ് ചെയ്യുമ്പോഴും ക്രെഡിറ്റ് നമുക്ക് അവിടെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, യെസ്. നിങ്ങൾക്ക് ഇവിടെ ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിപ്പ് 1, ക്ലിപ്പ് 2, ക്ലിപ്പ് 3, ക്ലിപ്പ് 4 ഈ സെപ്പറേറ്റ് സീനുകളും സെപ്പറേറ്റ് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷനും ഇവിടെ ഉണ്ട്. പല ക്വാളിറ്റിയിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം. 4K ആണെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യണം. യെസ്, ഓരോ ക്ലിപ്പ് നിങ്ങൾക്ക് സെപ്പറേറ്റ് ഡൗൺലോഡ് ചെയ്ത് എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. എന്നിട്ട് ഇങ്ങോട്ട് വീണ്ടും പിന്നെ മെർജ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ സീൻ 4 നമുക്ക് എന്താ ജനറേറ്റ് ചെയ്ത് നോക്കാം. കണ്ടോ, സീൻ 4ലോട്ട് വന്നപ്പോൾ യെസ് ഇങ്ങനെ വന്നു. യെസ്, ഇപ്പോൾ ഈ ലെവലിൽ എത്തിയിട്ടുണ്ട്. എന്താണ് അപ്പോൾ ഏകദേശം നമ്മുടെ ഒരു വീഡിയോന്റെ എൻഡിലോട്ട് എത്തി അല്ലേ. അപ്പോൾ വിഷ്വൽ യെസ്, ഇതിന്റെ കംപ്ലീറ്റ് ഔട്ട് ഞാൻ ചെയ്തിട്ട് ലാസ്റ്റ് വിഷ്വലാണ് സീൻ 5. അതും കൂടി നമുക്ക് എക്സ്റ്റെൻഡ് എന്നുള്ള ഫീച്ചർ ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാം. വോയിസ് ഓവർ അടക്കമുണ്ട് കേട്ടോ, സൗണ്ട് അടക്കമുണ്ട് ഇതിന്. കംപ്ലീറ്റ് തന്നെ തന്നിട്ടുണ്ട്. ഇതിൽ തന്നെ നമുക്ക് ഇവിടെ ഇൻസേർട്ട് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും, റിമൂവ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും, ക്യാമറ ആംഗിൾ എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. ക്യാമറ ആംഗിൾ എന്നൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആംഗിൾ മാറ്റി ക്യാമറന്റെ ആംഗിൾ, ക്യാമറ പൊസിഷൻ ഒക്കെ നിങ്ങൾക്ക് മാറ്റാൻ പറ്റും. ഓക്കെ, ജനറേറ്റ് ചെയ്യുന്നതിന്റെ വീഡിയോ ആംഗിളുകൾ നിങ്ങൾക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ ഇത് സെലക്ട് ചെയ്ത് കൊടുക്കാം, എന്നിട്ട് ചെയ്യാം. പല ആംഗിൾസിൽ നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യുന്ന ലെവലിൽ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. ഓക്കെ, ഈ ഫീച്ചർ വേറെ ആർക്കെങ്കിലും അറിയാം? ഇതിന് മുന്നേ ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു ഇതില്ല ഉണ്ടോ? ഇങ്ങനെ വീഡിയോ ക്രിയേറ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടോ? MCL സ്റ്റുഡിയോ ചെയ്തിട്ടില്ല. ഇല്ല ചെയ്തിട്ടില്ല. ഓക്കെ, യെസ്. അപ്പൊ നമ്മൾ ഏകദേശം 40 സെക്കൻഡിന്റെ ഒരു വീഡിയോ നമ്മൾ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഓക്കെ, ഇനി സ്ക്രിപ്റ്റ് നിങ്ങൾക്ക് ഒന്നും കൂടി ഇലാബറേറ്റ് ചെയ്യാം, ഒന്നും കൂടി പെർഫെക്റ്റ് ആക്കും, അടിപൊളിയാക്കാം. അതിനനുസരിച്ച് ഔട്ടും അടിപൊളിയാവും. യെസ്, അപ്പോൾ ഇവിടെ കംപ്ലീറ്റ് ഒരു വീഡിയോ 40 സെക്കൻഡിന്റെ തന്നിട്ടുണ്ട്. ഓക്കെ, നോക്കാം. ഫസ്റ്റ് വിഷ്വൽ നമ്മളിതാണ്. സെക്കൻഡ് വിഷ്വൽ ലേഡി സ്പ്രേ കൊണ്ടിട്ട് നടന്നു പോകുന്നതാണ്. ചെറിയൊരു മിസ്റ്റേക്ക് ഒക്കെ അതിലുണ്ട്, നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടോ നോക്കാം. ഓക്കെ, സാഫ്രോൺ എന്നാണ് ഇതിന്റെ ഇൻഗ്രീഡിയന്റ് വരുന്നത്. അതുപോലെ തന്നെ സാഫ്രോണും നമ്മളെ മുല്ലപ്പൂവിന്റെ സ്മെല്ലാണ്. അങ്ങനെ ഒരു വിഷ്വല് നമുക്ക് തന്നു എന്നുള്ളതാണ്. എന്നിട്ട് മർഹബ പെർഫ്യൂം എന്ന് പറഞ്ഞിട്ട് വന്നു, ലീവ് യുവർ മാർക്ക് എന്ന് പറഞ്ഞിട്ട് വന്ന് എൻഡ് ചെയ്തു. ഇങ്ങനെയാണ് ഒരു കംപ്ലീറ്റ് വീഡിയോ ആയോ? ഏകദേശം ഒരു ധാരണ കിട്ടിയില്ലേ? നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. ഫുൾ വീഡിയോ ഒന്നുണ്ട്, ഡൗൺലോഡ് ചെയ്യുന്നു. ഞാൻ ഗ്രൂപ്പിലൊന്ന് ഷെയർ ചെയ്യാം. എന്താണ് അതിന്റെ ഒരു ക്വാളിറ്റി നിങ്ങൾക്ക് ഇതൊന്നും കൂടി പെർഫെക്റ്റ് ആകട്ടോ. സ്ക്രിപ്റ്റിലും അതിൽ പ്രോംപ്റ്റിലുമാണ് ഇതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കിടക്കുന്നത്. ഓക്കെ, ഏറ്റവും അടിപൊളിയായി കിട്ടണമെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ എൻഡ് ഫ്രെയിമും സ്റ്റാർട്ട് ഫ്രെയിമും സെറ്റാക്കി ഉണ്ടാക്കിയിട്ട് നിങ്ങൾ വിചാരിച്ച ഔട്ടും കറക്റ്റ് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, ഡൗൺലോഡിങ് നടക്കുന്നുണ്ട്. കഴിഞ്ഞാൽ ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. അപ്പൊ ഇങ്ങനെയാണ് ഒരു വീഡിയോ നമുക്ക് VO3 അല്ലെങ്കിൽ ഗൂഗിളിന്റെ ഫ്ലോ ഉപയോഗിച്ച് നിർമ്മിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ അത് യൂസ്ഫുൾ ആണോ ഞാൻ പറഞ്ഞത്? ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നുണ്ട്. ഡോക്യുമെന്റ് ആയിട്ട് തന്നെ ഒന്ന് ഷെയർ ചെയ്യാം. ഓക്കെ, സോറി. വിഷ്വൽ ദ ബോട്ടിൽ സിറ്റ് അലോൺ. ഓക്കെ, ഇത് നിങ്ങൾ പ്ലേ ചെയ്ത് നോക്കട്ടോ. ഗ്രൂപ്പിൽ ഇതാ വരുന്നുണ്ട്. എങ്ങനെയുണ്ട് ഇതിന്റെ ഔട്ട് എന്ന് നിങ്ങൾ പറയാം. യെസ്, ഗ്രൂപ്പിൽ വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. യെസ്, എല്ലാവരും ഒന്ന് പ്ലേ ചെയ്ത് നോക്കട്ടോ. ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ട്.
അപ്പൊ ഇങ്ങനെ ഒരു 100% പെർഫെക്റ്റ് വീഡിയോ ഒന്നും നമുക്ക് പറയാൻ പറ്റൂല. എന്നാലും നിങ്ങൾക്ക് ഇതിന്റെ കൺസെപ്റ്റ് കിട്ടി എന്നുള്ള മനസ്സിലാവുന്നു. പക്ഷെ നോക്കിയാ നിങ്ങള് വോയിസ് ഓവർ ഉണ്ട്, സൗണ്ട് കൊടുത്തിട്ടുണ്ട്, വിഷ്വൽസ് വന്നിട്ടുണ്ട്. ഓക്കെ, ഹലോ, ക്ലിയർ ആണോ? ഓക്കെ ഓക്കെ നോക്കി നോക്കി. ഓക്കെ ഓക്കെ, എങ്ങനെയുണ്ട് വീഡിയോ കണ്ടിട്ട് എന്ത് തോന്നുന്നു? വീഡിയോ ഷുവറാണ്. ഓക്കെ, നമുക്കിപ്പോ ചെയ്ത് നോക്കണമെങ്കിൽ പെയ്ഡ് വേർഷൻ അല്ലാത്തതുകൊണ്ട് ചെറിയ ബുദ്ധിമുട്ടുണ്ട്. ഇതിന്റെ പ്രശ്നം ഉണ്ടല്ലേ. ഇതിൽ ഞാൻ വേറൊരു വീഡിയോ വാങ്ങിക്കാൻ കാണിച്ചു തരാം. അതുപോലെ നമ്മൾ ചെയ്തിട്ടുള്ള ലുമോറോ സ്റ്റുഡിയോ എന്ന് ഇൻസ്റ്റാഗ്രാമിൽ സെർച്ച് ചെയ്താൽ നമ്മൾ ചെയ്തിട്ടുള്ള കുറച്ച് വർക്കുകൾ കാണാൻ പറ്റും. അടിപൊളിയായിട്ടുള്ള വർക്കുകൾ കാണാൻ പറ്റും കേട്ടോ. ഇത് പെർഫ്യൂമിന്റെ വേറൊരു ആഡാണത്. ഇത് നിങ്ങൾക്ക് സൗണ്ട് കേൾക്കുന്നുണ്ടോ? ഇത് ഇല്ലല്ലോ, സൗണ്ട് കേൾക്കുന്നില്ല. ഇപ്പം കേൾക്കുന്നുണ്ടോ? ഇല്ല, ഉണ്ടാവില്ല. ഓക്കെ, 1 മിനിറ്റ്. ഒരു സൗണ്ട് കേൾക്കാൻ വേണ്ടിയിട്ട് ഞാൻ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യുന്നു കൂടെ. അർഫൂഡ് എസൻസ് 6 വർഷത്തെ വിശ്വാസം, ഒപ്പം പകരം വെക്കാനില്ലാത്ത ക്വാളിറ്റിയും. പുരുഷന്മാർക്കായി ഡീപ് ബ്ലൂ, നിങ്ങളുടെ സാന്നിധ്യം എപ്പോഴും ഏറിട്ട് നിൽക്കാൻ, ദിവസം മുഴുവൻ നീണ്ടു നിൽക്കുന്ന സുഗന്ധം. ഒപ്പം സ്ത്രീകൾക്കായി ഡിസെന്റ് വണ്ടേഴ്സ്, നിങ്ങളുടെ പേഴ്സണാലിറ്റിക്ക് ഏറ്റവും ഇണങ്ങുന്ന വളരെ നാച്ചുറലായ പെർഫ്യൂം. ഇന്ത്യയിലും UAE-യിലും ഇപ്പോൾ ഫ്രീ ഡെലിവറി. കൂടാതെ ഖത്തർ, കുവൈറ്റ്, ബഹ്റൈൻ എന്നിവിടങ്ങളിലും ലഭ്യമാണ്. ആഹാ, നല്ല അടിപൊളി സ്മെൽ. ഇതേതാ പെർഫ്യൂം? ഞാൻ പറഞ്ഞില്ലേ, ആരും അറിയാതെ ചോദിച്ചു പോകും. അർഫൂഡ് എസൻസ്, മായാത്ത സുഗന്ധം, മാറാത്ത. യെസ്, കണ്ടോ? ഇതും VO3 വെച്ചിട്ട് നിങ്ങൾക്ക്, അല്ലെങ്കിൽ ഫ്ലോ വെച്ചിട്ട് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനത്തെ സീൻസ് ഉണ്ടാക്കാം. മലയാളത്തിൽ നിങ്ങൾക്ക് സ്ക്രിപ്റ്റ് കൊടുക്കാം. ഇങ്ങനൊക്കെ സ്ക്രിപ്റ്റ് ഉണ്ടാക്കിയിട്ട് ഇതില് അടിപൊളിയായിട്ട് ഈ സൗണ്ട് ഇതിൽ തന്നെ ചെയ്താണോ, അതോ ലെവൽ ലാബ്സ് വെച്ചിട്ട് അങ്ങനെ വേറെ ഏതെങ്കിലും വെച്ചിട്ട് ചെയ്താണോ? സൗണ്ട് VO3 ഫ്ലോയിൽ തന്നെ പോസിബിൾ ആണ്. ഓക്കെ, ചെയ്താണ്. ഓക്കെ ഓക്കെ ആ, ഓക്കെ. ഫ്ലോയിലും ചെയ്യാം. ഒന്നുകൂടി പെർഫെക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ലാംസിന്റെ സൗണ്ട് നിങ്ങൾക്ക് കൊടുക്കാം. കാരണം ഇത് ലിപ്സിംഗ് അടക്കം വന്നിട്ടുണ്ട്. കാരണം ആ വീഡിയോയിൽ നിൽക്കുന്ന സുഗന്ധം. ഒപ്പം വോയിസ് ഓവർ സ്ത്രീകൾക്കായി നമുക്ക് ഡിസെന്റ് വണ്ടേഴ്സ്, ഉണ്ടാക്കാം. നിങ്ങളുടെ പേഴ്സണാലിറ്റിക്ക് ഏറ്റവും ഇണങ്ങുന്ന വളരെ നാച്ചുറലായ പെർഫ്യൂം. ഇന്ത്യയിലും UAE-യിലും ഇപ്പോൾ ഫ്രീ. ഇതൊരു വീഡിയോ ആണ്. ഓക്കെ, അതുപോലത്തെ ഒരുപാട് വീഡിയോ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നുകൂടി ക്രിയേറ്റീവ് ആയിട്ട് വേണമെങ്കിൽ ഞാൻ ചെയ്ത് കാണിച്ചു തരാം. അത് തുടങ്ങുന്നത് ശരിയായ ചേരുവകളിൽ നിന്ന്. ഇതൊക്കെ വോയിസ് ഓവർ സ്വാഭാവികമായ സെപ്പറേറ്റ് ചേരുവകൾ തന്നെയാണ് കേട്ടോ. അടങ്ങിയ പൊടി ഈ രുചി ഓർമ്മകളെ ഓർക്കും. ചിക്കൻ കറി പെർഫെക്റ്റ് ആക്കാൻ ഉമാസ് പൗഡറിലുണ്ട് തനതായ നാടൻ ചേരുവകൾ. ദ പെർഫെക്റ്റ് സ്മെൽ ഫോർ ദ നാച്ചുറൽ പ്രോഡക്റ്റ്. ഒരുമിച്ച് കഴിക്കുമ്പോൾ സന്തോഷം ഇരട്ടിയാകും. പാരമ്പര്യം തലമുറകളിലേക്ക് കൈമാറുന്നു. വീട്ടിലെ യഥാർത്ഥ രുചി ഓരോ ദിവസവും. ചിക്കൻ മസാല പൗഡർ ഫ്രം ഉമാസ് ഫുഡ്സ്, കേരള ഹെറിറ്റേജ് സ്പൈസസ്. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഒന്നും കൂടി ഞാൻ വേണമെങ്കിൽ ഒന്ന് കാണിച്ചു തരാം. ഒന്നുകൂടി ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു വീഡിയോ. ഓക്കെ, ഇതും AI ജനറേറ്റഡ് ആണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ നോക്കും. ഓക്കെ,
ദിസ് ഈസ് കംപ്ലീറ്റ്ലി എ ജനറേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. റോയൽ എൻഫീൽഡിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് എന്ത് മനസ്സിലാക്കാൻ, നിങ്ങൾക്ക് കംപ്ലീറ്റ് ഒരു ഫിലിം വരെ വേണമെങ്കിൽ AI ഉപയോഗിച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇങ്ങനെ ഒരു സെറ്റപ്പും ക്യാമറയും വെച്ചിട്ട് ഷൂട്ട് ചെയ്യണമെങ്കിൽ എത്ര കോസ്റ്റ് വേണം അല്ലേ? അപ്പൊ ആ സാധനം നമുക്ക് AI, അപ്പൊ AI ഈസ് എൻ്റയർലി ടേക്കിംഗ് ദ ഫിലിം ഇൻഡസ്ട്രി എന്ന് വേണമെങ്കിൽ പറയാം. ആ ലെവലിൽ ടെക്നോളജി നമുക്ക് പറ്റും. അപ്പൊ ഇത് VF3 മാത്രമല്ല, ഒരുപാട് 3-4 ടൂളുകൾ ഒരുമിച്ച് വെച്ചിട്ട് ചെയ്യിച്ചതാണത്. ഓക്കെ, ജസ്റ്റ് ഒരു ഫ്ലോ മാത്രമല്ല. അപ്പം ദിസ് ഈസ് പോസിബിൾ. ഓക്കെ, വേണമെങ്കിൽ ഒരു സാമ്പിൾ കൂടി ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ ഒരു ഒന്നും കൂടി റിയലിസ്റ്റിക് ആയിട്ട്. യെസ്, The car the world chases. യെസ്. അപ്പൊ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു വീഡിയോ കണ്ടിട്ട്? അപ്പോൾ AI എന്ന് പറയുന്നത് ചില്ലക്കാരനല്ല അല്ലേ? ആ ലെവലിൽ നിങ്ങൾക്ക് AI-യിൽ നിങ്ങൾക്ക് ഒരു നല്ലൊരു വീഡിയോ പ്രൊഡക്ഷൻ കമ്പനി വേണമെങ്കിൽ തുടങ്ങാം. ആ ലെവലിലാണ് AI-യുടെ മാറ്റങ്ങൾ വരുന്നത്. ഓക്കെ, ഇസ് ഇറ്റ് അമേസിങ്? ഹലോ, എനിക്ക് ഇതൊന്നും കണ്ടിട്ടൊന്നും വിചാരിക്കുന്നു തോന്നണമെന്നില്ലേ? ഹലോ, പെർഫെക്റ്റ്. യെസ്. ഷാവുൽ സർ അതുപോലെ ബഷീർ സർ കണ്ടിട്ട് എന്ത് തോന്നുന്നു? പോസിബിൾ? അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ അതൊക്കെ AI വെച്ചിട്ട് നിർമ്മിച്ചതാണ്. വെറും ഒരു ഫ്ലോറിന് ടൂള് മാത്രമല്ല, ഒരുപാട് ടൂളുകൾ അവൈലബിൾ ആണെന്ന്. അതിൽ ബെസ്റ്റ് ടൂളുകൾ പിക്സ്ഫീൽഡ് എന്ന ടൂൾ ഉണ്ട്. അതുപോലെ തന്നെ ഗൂഗിളിന്റെ ഫ്ലോ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഇപ്പൊ ഞാൻ ലാസ്റ്റ് കാണിച്ച വീഡിയോ ഒക്കെ ഒരു ജസ്റ്റ് ഒരു ഫ്ലോ ഒറ്റ ടൂൾ കൊണ്ട് നിർമ്മിച്ചതല്ല, 2-3-4 ടൂളുകൾ വെച്ച് നിർമ്മിച്ചതാണ്. അപ്പൊ എക്സ്പെൻസ് ഉണ്ടാവും, ക്രെഡിറ്റ് വേണ്ടി വരും. അപ്പോൾ നമ്മൾ കോർപ്പറേറ്റ്, ഇപ്പൊ ലാസ്റ്റ് കാണിച്ച പോഷ് കാർ ഉണ്ടല്ലോ, പോഷ് എന്ന കാറിന്റെ ഫെരാരി ബ്രാൻഡ് വരുന്ന കാർ, അതുപോലെ അവർക്ക് വേണ്ടി നിർമ്മിച്ചുണ്ടാക്കിയതാണ്. അപ്പൊ അത്തരം വീഡിയോസ് ഒക്കെ ഉണ്ടാക്കാൻ ഒറ്റ വീഡിയോ ഒക്കെ നമുക്ക് വേണമെങ്കിൽ ലക്ഷങ്ങൾ ചാർജ് ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം എന്നുള്ളതാണ് ഇതിൽ നമ്മൾ ഫോക്കസ് ആയിട്ട് ഒരു കരിയർ ആയിട്ടൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ. അപ്പൊ അതിന്റെയൊക്കെ ഒരു ബേസ് ആണ് ഇപ്പൊ ഇന്ന് ഞാൻ ഇവിടെ കവർ ചെയ്തിട്ടുള്ളത്. എങ്ങനെയാണ് ഫ്ലോ ഉപയോഗിച്ചിട്ട് മാത്രം നമുക്ക് ചെയ്യാന്നുള്ളത്. ഇതിൽ ഫ്ലോയിൽ ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് കംപ്ലീറ്റ്ലി ഏകദേശം ഫ്ലോ എന്ന് പറയാൻ പറ്റുന്ന ഒരു വീഡിയോ നമ്മൾ നിർമ്മിച്ചിട്ടുള്ളത്. നമുക്കൊരു എക്സ്പീരിയൻസിന്റെ ചാർജ് എങ്ങനെ ഇന്ത്യയിൽ വരുന്ന ഒരു മികച്ച തുടക്കം അന്വേഷിക്കും. എക്സ്ഫീൽഡിന് നമുക്ക് ബേസിക് അതിന്റെ പ്രോ സബ്സ്ക്രിപ്ഷൻ വരുന്നത് 1000 ക്രെഡിറ്റ് ആണ് പെർ മന്ത്. അതിന് ഏകദേശം 5000 രൂപന്റെ അടുത്ത് വരുന്നുണ്ട്. 5000 വരുന്നുണ്ടല്ലേ? 5000 വരുന്നുണ്ട് എക്സ്ഫീൽഡിന്റെ സബ്സ്ക്രിപ്ഷൻ നമ്മുടെ അടുത്തുണ്ട്. ഓക്കെ, നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടുണ്ടോ? ഇല്ലേ? എക്സ്പീൽഡ് ഞാനത് ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. മായ, എപ്പിക് മായ. ഓക്കെ, എങ്ങനെ ഉണ്ടായിരുന്നു ക്ലാസ്? അത് കുഴപ്പമില്ല. അവരത് പിന്നെ ഇങ്ങനത്തെ ലൈവ് ക്ലാസ് അല്ല, അവരത് വീഡിയോ ആണ്. നമ്മുടെ ഈ വീഡിയോ ട്യൂട്ടോറിയൽസ് ആണ്. നിങ്ങൾ വെച്ച് ചെയ്ത് നോക്കിയോ? ഞാൻ കുറച്ചൊക്കെ ചെയ്ത് ഫ്രീ വേർഷനിലൊക്കെ ചെയ്ത് നോക്കി. പക്ഷെ ഈ എക്സ്ഫീൽഡ് നമുക്ക് ഫ്രീ ഇവിടെ UAE കിട്ടുന്നില്ല. ഇന്ത്യൻ അവിടെ കിട്ടുന്നുണ്ടോന്ന് അറിയില്ല. അത് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് സബ്സ്ക്രിപ്ഷൻ എടുക്കാവുന്നതാണ്. ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്തിട്ട് നോക്കിയിട്ടില്ല. നോക്കിയാൽ മതി. ഈ ഒരു വീഡിയോ ഞാൻ കാണിച്ചത് ഇത് കംപ്ലീറ്റ്ലി
അവരുടെ മികച്ച ഭാവിക്കായി നമുക്കൊരു നല്ല തുടക്കം നൽകാം. മാടാറുകുണ്ട് ചെങ്ങര സലഫി എഡ്യൂക്കേഷണൽ കോംപ്ലക്സിന് കീഴിൽ വിജയകരമായി പ്രവർത്തിക്കുന്ന അൽമനാർ ഖുർആനിക് പ്രീ സ്കൂൾ. ഇസ്ലാമിക അടിത്തറയിൽ സ്നേഹപൂർണമായ പഠനാന്തരീക്ഷം, തജ്വീദോടുകൂടിയ ഖുർആൻ പാരായണവും മനഃപ്പാടമാക്കലും, ഒപ്പം ഇംഗ്ലീഷ്, മലയാളം, അടിസ്ഥാന ഗണിതം എന്നിവ സ്മാർട്ട് ക്ലാസ് റൂമുകളിലൂടെ കുട്ടികൾക്ക് നൽകുന്നു. പുസ്തകഭാരമില്ലാതെ കളിക്കോപ്പുകളിലൂടെയുള്ള ആധുനിക പഠനരീതി. കുട്ടികളുടെ സുരക്ഷയ്ക്കും മികച്ച ശ്രദ്ധയ്ക്കുമായി വെറും 24 കുട്ടികൾക്ക് 2 മികച്ച അധ്യാപികമാരും ഒരു ആയയും, കൂടാതെ സുരക്ഷിതമായ വാഹന സൗകര്യവും. 3 വയസ്സ് മുതലുള്ള കുട്ടികൾക്ക് ഇപ്പോൾ അഡ്മിഷൻ തുടരുന്നു. വൈകേണ്ട, നിങ്ങളുടെ കുട്ടികളുടെ ശോഭനമായ ഭാവിക്കായി ഇന്ന് തന്നെ വിളിക്കൂ. അൽമനാർ ഖുർആനിക് പ്രീ സ്കൂൾ. മികച്ച ഭാവിക്കായി ഒരു നല്ല തുടക്കം. നിങ്ങളുടെ പൊന്നോമനകളുടെ ഭാവി സുരക്ഷിതമാക്കും. യെസ്, ഇത് കംപ്ലീറ്റ്ലി ഫ്ലോ വെച്ചിട്ട് നിർമ്മിച്ചാണ്. ചെറിയ വിഷ്വൽസ് ഗ്രോക്ക് വെച്ചിട്ട് നിർമ്മിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ദിസ് പോസിബിൾ. ഓക്കെ, ഇതൊക്കെ ഞാൻ ഇതിന്റെയൊക്കെ ബേസിക് എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് പഠിച്ചിട്ടുള്ള ട്യൂട്ടോറിയൽ തന്നെയാണ്. ഓക്കെ, ഇങ്ങനെയാണ് അതിന്റെ ഒക്കെ ബാക്കിയൊക്കെ നിങ്ങൾ പ്രോംപ്റ്റിലും സ്ക്രിപ്റ്റിങ്ങിലാണ് നിങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ക്ലിയർ ആയി എങ്ങനെയാണ് വീഡിയോ പ്രൊഡക്ഷൻ എന്നുള്ളത്. ഈ വീഡിയോ പ്രൊഡക്ഷൻ മാത്രം വെച്ചിട്ടുള്ളൊരു നമ്മളൊരു കോഴ്സും കൂടി വരുന്നുണ്ട്, കംപ്ലീറ്റ്ലി വീഡിയോസിന് വേണ്ടി മാത്രമാണ്. ഹൈ ലെവലിൽ ഇത്തരത്തിലുള്ള വീഡിയോസ് ഒക്കെ എങ്ങനെ നിർമ്മിക്കാം എന്നുള്ളത് അതിൽ താല്പര്യമുള്ളവർക്ക് അതിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ ഒരു 7 ദിവസമായില്ല. അത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ? അതിങ്ങനെ ഈ ലൈവ് ക്ലാസ് ആണോ അതോ ഈ വീഡിയോ ട്യൂട്ടോറിയൽ ആണോ? നിങ്ങൾക്ക് ഏതാണ് പെർഫെക്റ്റ് നിങ്ങൾക്ക് തോന്നുന്നത്? അല്ല, ഈ ട്യൂട്ടോറിയൽ നമുക്ക് അത് പെർഫെക്റ്റ് ആയിട്ട് തോന്നൂല. നമുക്ക് ഇങ്ങനെ ഡൗട്ട്സുകൾ ക്ലിയർ ചെയ്യാനോ ഇതിനൊന്നും അവസരം ഉണ്ടാവില്ല. കമ്മ്യൂണിറ്റി സപ്പോർട്ട് ഒന്നുമില്ല. എന്റെ ഒരു ഗ്രൂപ്പ് ഉണ്ട്, പക്ഷെ അത് ഈ ബിഗിനേഴ്സിനൊന്നും പറ്റിയ ഗ്രൂപ്പ് അല്ല. അത് തോന്നുന്നു. യെസ്, അപ്പൊ നമുക്ക് പ്ലാൻ ചെയ്യുന്നേ ഉള്ളൂ. അപ്പൊ അതിന്റെ റെക്കോർഡ് സെഷൻസ് റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ ലൈവ് സപ്പോർട്ടും ഉണ്ടാവും നമുക്ക്. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പൊ എന്താണ് നിങ്ങളുടെ ഇപ്പൊ കഴിഞ്ഞ 7 ദിവസത്തിൽ നിങ്ങൾ പോസ്റ്റർ ഡിസൈനിങ്ങിൽ നിങ്ങൾ മാസ്റ്റർ ആയിട്ടുണ്ടാവും. ഓക്കെ, നല്ല രീതിയിൽ തന്നെ നമ്മൾ എല്ലാ കാര്യങ്ങളും കവർ ചെയ്തിട്ടുണ്ട്. ദാറ്റ്സ് വൺ തിങ്. പിന്നെ വീഡിയോ ജനറേഷന്റെ 2 ദിവസം കഴിഞ്ഞ് എങ്ങനെയാണ് ഒരു കംപ്ലീറ്റ് ഒരു വീഡിയോ, അതിന്റെ ഒരു ബേസിക് കൺസെപ്റ്റും ബാക്കി ഇത് തന്നെയാണ്. ഏത് ടൂളുകൾ ഉപയോഗിക്കുകയാണ് ഇതിന്റെ കൺസെപ്റ്റ് ഇത് തന്നെയാണ്. ഇതിന്റെ അപ്പുറത്ത് വേറെ കൺസെപ്റ്റ് ഒന്നുമില്ല. പിന്നെ ഓരോ ടൂളിനനുസരിച്ച് നിങ്ങൾക്ക് അതിന്റെ ടിപ്സ് മാറും, ഫീച്ചേഴ്സ് മാറും, ക്വാളിറ്റി മാറും എന്നുള്ളതാണ് ഒരു കൺസെപ്റ്റ്. കോർ കൺസെപ്റ്റ് എന്നുള്ള ഈ പ്രോംപ്റ്റ് ജനറേഷനും ഈ ഫ്രെയിം ജനറേറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, പിന്നെ ഈ ടൂളിൽ തന്നെ പല ടൂളുകളുണ്ട്. ഫേസ് റാപ്പ് പറഞ്ഞിട്ട് പല ടെംപ്ലേറ്റുകളുണ്ട്. എക്സ്ഫീൽഡിലൊക്കെ ഒരുപാട് ടെംപ്ലേറ്റ് അവൈലബിൾ ആണ്. നിങ്ങളെ ഒരു വീഡിയോയിൽ വന്നിട്ട് നിങ്ങളെ ഫേസ് മാറ്റാം, അങ്ങനെ ഓരോ ടെംപ്ലേറ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഓരോ സീൻസിനനുസരിച്ച് നമ്മളെ ക്യാരക്ടർ മാറ്റാം, അങ്ങനെയൊക്കെ ഒരുപാട് ഓപ്ഷൻസ് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ എനിവേ നിങ്ങൾ എല്ലാവരും ഒന്ന് ഒരു നിമിഷത്തേക്ക് ഒന്ന് ക്യാമറ ഒന്ന് ഓൺ ആക്കാൻ പറ്റുമെങ്കിൽ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങളൊരു ഫീഡ്ബാക്ക് അറിയിക്കട്ടോ. ഓരോരുത്തർ ഇൻഡിവിജ്വലി ക്യാമറ ഓൺ ആക്കി പറയുകയാണെങ്കിൽ ഡീറ്റെയിൽ പറ്റും. ക്ലാസ് ഇന്നലെ നമ്മൾ ആ മിക്സ് ബോർഡിൽ അതിലാ സെപ്പറേറ്റ് ആകുന്നത് മാത്രമേ ഇനി ശരിയായിട്ടില്ല. എന്ത് സംഭവം അറിയില്ല. ഓക്കെ, പ്രോംപ്റ്റ് നിങ്ങൾ കറക്റ്റ് കൊടുത്തോ? അത് കറക്റ്റ് കൊടുത്തു, പക്ഷെ സെപ്പറേറ്റ് ആയിട്ട് വരുന്നില്ല. ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയിട്ട് വരുന്നു ചിലപ്പോ. അത് ചെറിയ ടെക്നിക്കൽ ഇഷ്യൂ അതിന് മൊത്തത്തിൽ ഉണ്ട്. ഓക്കെ, പക്ഷെ എനിക്ക് വീഡിയോ ഫോട്ടോ ജനറേറ്റ് ചെയ്യാൻ എളുപ്പമാണ്. ഒരു തീം കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ എല്ലാ ലെവലിലുള്ള ഫോട്ടോസ് അതിൽ ജനറേറ്റ് ചെയ്ത് തരുന്നുണ്ട്. അതുകൊണ്ടാണ് അതൊന്നും കൂടെ നോക്കിയത്, പക്ഷെ അതുവരെ നടന്നില്ല. ഓക്കെ, നോക്കാം. പേഴ്സണൽ ഇഷ്യൂ കാരണം ക്യാമറ ഓൺ ആക്കുന്നില്ല. പിന്നെ ഇന്നലെ വേറൊരു രസം പറയാം. റീയൂണിയന്റെ ഒരു പോസ്റ്റർ ഞാൻ ഉണ്ടാക്കി. അപ്പൊ അതില് അവസാനം എന്നോട് പറഞ്ഞു, ബ്രൂട്ടൽ ട്രൂത്ത് ആയി പറയാണ്, ഇനി മുതൽ എന്നോട് ഉണ്ടാക്കാൻ പറയരുത് എന്ന് വരെ പറഞ്ഞു എന്നോട്. അതെന്ത് പറ്റി? കാരണം ഞാനിങ്ങനെ മൈനർ ആയിട്ടുള്ള മാറ്റങ്ങൾ ഇങ്ങനെ വരുത്തിക്കൊണ്ടിരുന്നിരുന്നു. പിന്നെ എന്താ വെച്ചാൽ പല ആളുകൾക്കും പല കാരണം ഞങ്ങളുടെ ഒരു 7-8 ബാച്ചിന്റെ സ്കൂളിൽ വർക്ക് ചെയ്യുന്ന ബാച്ചിന്റെ റീയൂണിയൻ. അപ്പൊ ഇവർക്കൊക്കെ ഉള്ളത് ഉണ്ടാക്കി കൊടുത്തു. അപ്പൊ എന്നോട് അവസാനം സഹിയായിട്ട് പറഞ്ഞതാ തോന്നുന്നുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു? നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? എന്നിട്ട് ക്വാളിറ്റി ഉള്ളതുപോലെ ഫീൽ ചെയ്താ? ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. ഓക്കെ, ഇന്നലെ ഞാനൊരു വീഡിയോ ഉണ്ടാക്കിയിട്ട് ഗ്രൂപ്പിൽ ഇട്ടിരുന്നു, നമ്മള് വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിന്റെ. യെസ്, ഞാൻ ചെറുതായിട്ടൊന്ന് നോക്കിയിട്ടുണ്ട്. യെസ്, ഷാവുൽ സക്കാഫി നിങ്ങൾ തന്നെ അല്ലേ?
ഞാൻ തന്നെ. ഓക്കെ. നിങ്ങൾ ഒരു ഉദ്ദേശ ഔട്ട്പുട്ട് കിട്ടിയോ? ബത്തുൽ ഞാനിതിൽ ചേർന്നത് പോസ്റ്റർ ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ്. അതില് ഏതാണ്ട് ഒരു 95% സക്സസ്ഫുൾ ആയി എന്ന് ഇന്നലത്തോടെ മനസ്സിലായി. താങ്ക് യു. ഓക്കെ, താങ്ക് യു മാഡം. ബഷീർ സാറിന്റെ ഒരു ഇതുപോലെ MCL ആരാണ്? നിങ്ങളൊന്ന് സ്റ്റുഡിയോ. ഞാനൊരു ഇപ്പൊ ഒരു വീഡിയോ ജസ്റ്റ് ജനറേറ്റ് ചെയ്ത് ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. ഒരു ബത്തൂൽ ഫ്രാഗ്രൻസ്. ഞാൻ കണ്ടു 8 സെക്കൻഡ് ആണല്ലേ? ഓക്കെ, അതെ. അത് ഞാൻ ഫ്ലോയിലാണ് 30 second. 3 ജനറേറ്റ് ചെയ്തത്. 3 സീന് ഫ്ലോയിലും ഒരു സീന് വാൻ AI കൂടിയാണ് ജനറേറ്റ് ചെയ്തത്. അതിൽ വാനില് നമുക്കൊരു 25 ക്രെഡിറ്റ് എങ്ങാനും ഫ്രീ കിട്ടും തോന്നുന്നു. ഓക്കെ, അപ്പോ ഞാൻ ഈ പോസ്റ്റർ ഡിസൈനിങ് ഒക്കെ ഞാൻ ഇങ്ങനെ ഫോട്ടോഷോപ്പ് ഒക്കെ ഉപയോഗിച്ച് ചെയ്യലുണ്ടായിരുന്നു. പിന്നെ അതേപോലെ പിക്സൽ ലാബിന്റെ കോഴ്സ് ഞാൻ ഒരു ഈ ഓൺലൈൻ ഇങ്ങനത്തെ കോഴ്സുകളൊക്കെ ഞാൻ ചെയ്യും. അപ്പോ പിക്സൽ ലാബ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോ അതിൽ കുറെ സമയം എടുക്കും, പക്ഷെ അതിലേറെ ഒന്നുകൂടി പെർഫെക്റ്റ് ആയിട്ട് കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റി. ഞാൻ ഇപ്പൊ ഈ ക്ലാസ് തുടങ്ങിയതിനു ശേഷം ഞാൻ ഏകദേശം ഒരു 10-12 പോസ്റ്ററോളം ചെയ്ത് കൊടുത്തു വേറെ ടീമുകൾക്കൊക്കെ ആയിട്ട്. നല്ല അഭിപ്രായമായിരുന്നു. ചാർജ് ഇപ്പൊ ഇതുവരെ മേടിച്ചിട്ടില്ല, ഇനി മേടിക്കണം. അത് പിന്നെ നമ്മളൊരു അസോസിയേഷന്റെ തന്നെ ആയതുകൊണ്ട് അങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഉള്ളത്. പെർഫെക്റ്റ് ആണ്. വേറെ സ്ഥലത്ത് ജോയിൻ ചെയ്തിരുന്നത് പോലെ ഇല്ല, ഞാൻ ഈ AI:ന്റേത് ഞാൻ എപ്പിക് മായയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അവര് പിന്നെ ഇങ്ങനത്തെ ലൈവ് ക്ലാസ് അല്ലാണ്ട് നമുക്ക് അവര് ലിങ്ക് തരും, പിന്നെ നമുക്ക് നമ്മളെ സൗകര്യം പോലെ പഠിക്കാന്നുള്ള ഒരു ഇതാണ്. പിന്നെ AI:ന്റെ ഞാൻ ചെയ്തിട്ടില്ല. പിന്നെ പിക്സൽ ലാബില് പെർഫെക്റ്റ് ആണ് 100% പെർഫെക്റ്റ് ആണ്. പോലെ പഠിക്കാന്ന് പറയുന്നത് പഠിക്കൂല, അത് ശ്രദ്ധിക്കാൻ കഴിയൂല. ഇതിലുള്ളത് 1 മണിക്കൂർ 1 മണിക്കൂറാണെങ്കിലും ഞാൻ 2-3 ക്ലാസ്സിൽ കയറിയ ആളാണ്. പക്ഷെ അതൊന്നും നമുക്ക് എന്ത് ചെയ്തിട്ടില്ല. ഇപ്പോഴും അതിന്റെ ലിങ്ക് അവിടെ കിടക്കുന്നുണ്ട്, ഓപ്പൺ ആക്കിയിട്ടില്ല. ലൈവില് നമ്മൾ കേറുമ്പോഴേ കേറുള്ളൂ, പിന്നെ നമ്മൾ ടൈം കിട്ടില്ല. ശരിയാണ്. നമ്മളെ ഫസ്റ്റത്തെ ക്ലാസ് ഇതുവരെ ഞാൻ കേട്ട് കഴിഞ്ഞിട്ടില്ല, കാരണം ഫുള്ളായിട്ട് കേൾക്കാൻ പറ്റിയിട്ടില്ല. ഇതുവരെ കേട്ട് കഴിഞ്ഞിട്ടില്ല. ലിങ്കാണ് ശ്രദ്ധിക്കൂല. ഓവറോൾ 100% ഓക്കെയാണ്. നമ്മളെ ഇതിന് വേറെ ഒരു ചെയ്യണം. നമ്മൾ ഈ പെർപ്ലക്സിറ്റി പറഞ്ഞിട്ടൊരു പ്ലാറ്റ്ഫോം ഉണ്ടല്ലോ, അതിൽ നമുക്ക് ഈ ഒരു ഡിസൈൻ ഫീൽഡിൽ ഉപയോഗിക്കാൻ പറ്റുമോ? അതോ പെർപ്ലക്സിറ്റി റിസർച്ചിങ്ങിനും കോണ്ടന്റ് റൈറ്റിങ്ങിനൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഡിസൈനിങ്ങിൽ ഞാൻ നോക്കിയിട്ടില്ല, അത് അത്ര ആണ് തോന്നുന്നില്ല. നോക്കണം എനിക്ക് അതിന്റെ ഡീറ്റെയിൽ ആയിട്ട്. മെയിൻ ആയിട്ട് റിസർച്ച് കാര്യങ്ങള് ടെക്സ്റ്റ് പ്രോംപ്റ്റുകളാണ് അതിൽ മെയിൻ ആയിട്ട് വരുന്നത്. നമ്മൾ ലെറ്റർ ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കല്. പക്ഷേ ഡിസൈനിങ്ങിന്റെ എന്താണ് അതിന്റെ ഉപയോഗിച്ചത്? ഡിസൈനിങ്ങിൽ നിങ്ങൾക്ക് ഇപ്പൊ ക്ലോഡ് അടിപൊളിയാണ്. ക്ലോഡ് ഒന്നും കൂടി അടിപൊളിയായിട്ട് ബെറ്റർ ആയിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ ക്ലോഡ് ഫ്രീ ഇല്ല. പെർപ്ലക്സിറ്റി ഫ്രീ ഉണ്ടായിരുന്നു എയർടെൽ യൂസേഴ്സിന്. ക്ലോഡ് ആണ് ഇപ്പൊ റെസ്യൂം ബിൽഡ് ചെയ്യുക, ഫോൾഡർ ജനറേറ്റ് ചെയ്യുക, PDF ജനറേറ്റ് ചെയ്യുക, ഇതിനൊക്കെ ക്ലോഡ് ആണ് ഏറ്റവും ബെറ്റർ ടൂള്. ഓക്കെ, ഇപ്പൊ ജെമിനിയിൽ തന്നെ നിങ്ങൾക്ക് ഒരു വെബ്സൈറ്റും ഒക്കെ ഉണ്ടാക്കാൻ പറ്റും. അത് നിങ്ങൾക്ക് അറിയാം? ജെമിനി ഞാനൊന്ന് ട്രൈ ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ജെമിനിയിൽ നമുക്ക് ഇവിടെ വെച്ചാല് ഇവിടെ പേയ്മെന്റ് വരുന്നത് മന്ത്ലി 15 dirhams ആണ് വരുന്നത്. 390 dirhamsന്റെ അടുത്ത്. 3000 മേലെ വരും അല്ലേ? അല്ല, 390 dirhams ഒരു മാസത്തിന്. അത്ര വരും. ഓക്കെ, താങ്ക് യു. ഇനി ആരെങ്കിലും നിങ്ങളെ ബഷീർ സാറിന്റെ അഭിപ്രായം കൂടി ഒന്ന് അറിയിക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ വൈൻഡപ്പ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് പ്രോംപ്റ്റിന്റെ ഒരു കിറ്റ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഷെയർ ചെയ്യുമ്പോൾ തന്നെ ഗ്രൂപ്പിൽ ഇടുന്നുണ്ട്. ബഷീർ സാറിന്റെ ഒരു റെസ്പോൺസ് കൂടി പറഞ്ഞോളൂ. ഇതായിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഉപയോഗിക്കുന്നത് AI. ഞങ്ങള് ഫോട്ടോഷോപ്പ്, കോറൽ ഡ്രോ, ഇല്ലുസ്ട്രേറ്റർ അതേമാതിരിയുള്ള സോഫ്റ്റ്വെയർ ആണ് ഉപയോഗിച്ചിരുന്നത്. പിന്നെ AI ഒക്കെ നമ്മൾ തന്നെത്താൻ കുറച്ച് ഇതൊക്കെ നോക്കുമായിരുന്നു. ChatGPT കുറച്ചൊക്കെ നോക്കുമായിരുന്നു, ജെമിനി നോക്കുമായിരുന്നു. ഈ ഫോട്ടോ എൻഹാൻസ് ചെയ്യാനൊക്കെ ജെമിനിയിൽ തന്നെ നമ്മൾ പ്രോംപ്റ്റ് ഉണ്ടാക്കി കൊടുത്ത് ചെയ്യലായിരുന്നു. ഇങ്ങനത്തെ ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. എന്തായാലും ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. AI-ല് യൂസ്ഫുൾ ആയി. അപ്പൊ ക്ലാസ് മൊത്തത്തിൽ 7 day ഒരു 1000 rupees പുറത്താണ് തോന്നിയോ? അതെ. ഓക്കെ, താങ്ക് യു. ആർക്കെങ്കിലും റെസ്പോൺസ് ഫീഡ്ബാക്ക് പറയാനുണ്ടോ?
ആർക്കെങ്കിലും പറയുകയാണെങ്കിൽ പറയാം, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ അതിന്റെ ഞാൻ ഗ്രൂപ്പിൽ ഒരു ഇത് ഇടുന്നുണ്ട്, ഞാൻ അതൊന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. മിക്സ് ബോർഡിന്റെ ഒരു വീഡിയോ സാറ് ഒന്ന് ചെയ്തിട്ട് ഒന്ന് തരാൻ പറ്റുമോ? എക്സ്പ്ലോഡിന്റെ അല്ലേ, ചെയ്യാം. മിക്സ് ബോർഡ്, മിക്സ് ബോർഡ്, ഓക്കെ. അതുപോലെ ഈ ഐക്ലോഡ് സംഭവം ഇതാണല്ലേ, പേയ്മെന്റ് ആണല്ലേ? ഏത് ഐക്ലോഡ്? GPT വേറെ ഐക്ലോഡ് ആണല്ലേ? ക്ലോഡ് ആണ് പറഞ്ഞത്. ക്ലൗഡ്. ക്ലോഡ് അത് ഫ്രീ കുറച്ചുണ്ട്, കുറച്ച് ക്രെഡിറ്റ് ഫ്രീ ആണ്. ഫുള്ളായിട്ട് നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അതിന് സബ്സ്ക്രിപ്ഷൻ എടുക്കേണ്ടി വരും. അതെ. ക്ലാസ് ഉഷാറായിരുന്നു. ഓക്കെ, താങ്ക് യു. അപ്പൊ ഇനിയും ഇതുപോലത്തെ ക്ലാസ്സുകൾ വേണം, പല രീതിയിലും പല ടോപ്പിക്സിലും. നിങ്ങളൊക്കെ ജോയിൻ ചെയ്യോ? വീഡിയോ ക്ലാസ് ഉണ്ടെങ്കിൽ ഞാൻ ഓക്കെ. ഗ്രൂപ്പിൽ ഞാൻ തന്നിട്ടുണ്ട്, ഒരു ഫോൾഡർ ഷെയർ ചെയ്തിട്ടുണ്ട് ക്യൂനൈറ്റ്സ് അക്കാദമിയുടെ. അതിൽ ഒരുപാട് പ്രോംപ്റ്റിന്റെ കാര്യങ്ങൾ കിട്ടും. ഞാൻ വേണമെങ്കിൽ നിങ്ങളെല്ലാവരും ഓപ്പൺ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ട്രൈ ഔട്ട്, ഓരോ പ്രോംപ്റ്റ്സ് ഉണ്ട്, നിങ്ങൾക്ക് ട്രൈ ഔട്ട് ചെയ്യാൻ പറ്റും. അതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുക എല്ലാവരും. ഇതാണ് ആ ഫോൾഡർ വരുന്നത്. ഇതിൽ 100+ പ്രോംപ്റ്റ്സ് ഫോർ ഫോട്ടോഗ്രാഫി ഉണ്ട്, അതുപോലെ പോസ്റ്റർ ക്രിയേഷന് വേണ്ടിയുള്ള പ്രോംപ്റ്റുകൾ ഉണ്ട്, ChatGPT പ്രൊഡക്റ്റ് ഫോട്ടോഗ്രാഫി. ഓക്കെ. അതുപോലെ തന്നെ ടൂളിഫൈ എന്നുള്ളൊരു ടൂൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾക്ക് ഇന്നേ വരെയുള്ള ടൂൾസ് ഒക്കെ അതിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും, ഫ്രീ ആയിട്ടുള്ള പെയ്ഡ് ആയിട്ടുള്ള നിങ്ങൾക്ക് സെർച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന സിംഗിൾ ടൂളാണ്. ഓക്കെ, ടൂളിഫൈ എന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഇതിന്റെ കൂടെ നമ്മൾ തരുന്നതാണ്. അപ്പോൾ 100+ പ്രോംപ്റ്റ് ഫോട്ടോഗ്രാഫി പറഞ്ഞിട്ട് ഇവിടെ തന്നിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡ്രൈവിലോട്ടാണ് പോവുക. നിങ്ങൾക്ക് സെലിബ്രിറ്റി പ്രൊഡക്റ്റ് പ്രോംപ്റ്റ്സ് എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും. സെലിബ്രിറ്റി മോഡൽസിന് വെച്ചിട്ട് നിങ്ങൾക്ക് ഫോട്ടോ, നിങ്ങളുടെ പ്രൊഡക്റ്റുകളൊക്കെ നിങ്ങൾക്ക് നിർമ്മിക്കണമെന്നുണ്ടെങ്കിൽ കണ്ടോ, വിരാട് കോഹ്ലിനെ വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാണെങ്കിൽ ഈ പ്രോംപ്റ്റ് എന്ത് ചെയ്യാം, ജസ്റ്റ് ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക, അല്ലെങ്കിൽ എന്നിട്ട് ChatGPT ഇട്ട് കൊടുത്തിട്ട് ഈ പ്രോംപ്റ്റ് ഒന്ന് തരണം എന്ന് പറഞ്ഞാൽ മതി. ടെക്സ്റ്റ് ചെയ്യാം, പ്രോംപ്റ്റ് നമുക്ക് തരും. ആ പ്രോംപ്റ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഡക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് ഇവിടെ വാച്ചിന്റെ പകരം നിങ്ങളുടെ പ്രൊഡക്റ്റ് ആയി വരും. വിരാട് കോഹ്ലി ചെയ്യുന്ന പോലെ എന്ത് ചെയ്യും, നിങ്ങൾക്ക് പ്രൊമോട്ട് ചെയ്ത് തരും. ഓക്കെ. അപ്പൊ നിങ്ങളുടെ പ്രൊഡക്റ്റുകൾ സെലിബ്രിറ്റീസിനെ കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വേണമെങ്കിൽ ചെയ്യിപ്പിക്കാം. അപ്പൊ അതിനുള്ള പ്രോംപ്റ്റുകൾ ഉണ്ട്. അതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് പ്രോംപ്റ്റ് റെഡിമെയ്ഡ് ആണ്, അത് കോപ്പി എടുക്കുക. ആ പ്രോംപ്റ്റ് ഒന്ന് ChatGPT കൊണ്ടാ സ്പ്രേ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളെ ഫോട്ടോ വെച്ചിട്ട് സ്പ്രേ നിങ്ങൾക്ക് പ്രൊമോട്ട് ചെയ്യുന്ന പോലെ ചെയ്യാൻ പറ്റും. അതിനുള്ള പ്രോംപ്റ്റ് ആണ്. ഓക്കെ. അപ്പൊ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, ചെയ്യാവുന്നുള്ള. പ്രോംപ്റ്റ് കോപ്പി ചെയ്യുക, ChatGPT ജെമിനിയിൽ ഇടുക, നിങ്ങൾ ഫോട്ടോ കൊടുക്കുക, നിങ്ങളെ ഫോട്ടോ കൊടുക്കുക, പ്രോംപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റെഡിമെയ്ഡ് സാധനം കിട്ടും. ഓക്കെ. അപ്പൊ ഓരോന്നും ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ എനിവേ താങ്ക് യു. അപ്പോ ഇത്രയും ദിവസം നിങ്ങൾക്ക് വർത്തായി തോന്നുന്നുണ്ട്. അപ്പൊ എനിവേ, അപ്പൊ ഇനി കൂടുതൽ ടോപ്പിക്സും കാര്യം ഗ്രൂപ്പിൽ നമ്മൾ ഷെയർ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ ക്യൂനൈറ്റ്സ് അക്കാദമിയുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, അതുപോലെ യൂട്യൂബ് ചാനൽ അവൈലബിൾ ആണ്. നിങ്ങൾ സബ്സ്ക്രിപ്ഷൻ ചെയ്തിട്ടില്ലെങ്കിൽ ഫോളോ ചെയ്ത് വെക്കുക. അപ്ഡേറ്റ്സും കാര്യങ്ങളും പുതിയ ടൂളിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ടാവും, അപ്ഡേറ്റഡ് ആയിട്ട് കിട്ടും. ഫേസ്ബുക്കിലും നിങ്ങൾ ട്യൂൺ ചെയ്യാം. സാർ എന്തേ പറഞ്ഞോ? സോറി നമ്മുടെ ഓഫീസിലാണ്. ഓക്കെ, ശരി. ഓക്കെ, അപ്പൊ വൈൻഡപ്പ് ചെയ്യല്ലേ. ബാക്കിയുള്ള നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ സംശയം ഗ്രൂപ്പിലേക്ക് ചോദിക്കാൻ ഞാൻ നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ റിപ്ലൈ തരാം. പേഴ്സണലി അയച്ചാലും മതി, പെട്ടെന്ന് കാണുമ്പോൾ റിപ്ലൈ തരാം. ഓക്കെ. ഓക്കെ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സർ. ഓക്കെ. താങ്ക് യു.